എന്തായിരുന്നു അവരുടെ സ്വഭാവം എന്നറിയാം? മുശ്രിക്കുകളിൽ ഇറങ്ങിയ ചില ആയത്തുകളൊക്കെ മുസ്ലിങ്ങളെ മേൽ, സ്വഹാബത്തിന്റെ താബീങ്ങളുടെ മേൽ ഉദ്ധരിച്ചുകൊണ്ട് ഇവരെ കൊന്നു കളയാം. അതേന്ന് പരിപാടി. ആ ആയത്ത് അവരെ മേലല്ല, അത് സത്യത്തിൽ ഇവരെ മേലാണ്. ഇവരെയാണ് കൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് കൊന്നു കളയാം. അങ്ങനെയാണ് ഒരുപാട് താബീങ്ങളെയും സ്വഹാബിമാരെയും അവർ വധത്തിന് വിധേയമാക്കുകയാണ്. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകല. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു മുസ്ലിങ്ങളെ കൂട്ടത്തിൽ വിശ്വാസം പിഴച്ചവരെ പറ്റിയും പറയാം. ഇത് എന്ത് ആമിലത്തുൻ നാസിബ, അവിടൊക്കെ നല്ലോണം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, പക്ഷെ പരലോകത്ത് ഒന്നും കിട്ടൂല. കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ ചെറിയ അധ്വാനം എന്നല്ല. ചില ആൾക്കാർ അധ്വാനം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വല്ലാത്ത അധ്വാനായിരിക്കും. ചില ആൾക്കാർ കൊടുക്കുന്ന ധർമ്മവും, ചില ആളുകൾ നിസ്കാരവും, ചില ആൾക്കാർ രൂപഭാവങ്ങളൊക്കെ കണ്ട നമ്മളെ കൂട്ടത്തിൽ യഥാർത്ഥ വിശ്വാസമുള്ള ആൾക്കാർ വരെ സംശയിച്ചു പോകും. അവർ സ്വർഗത്ത് പോകൂലേ? അത്രയും തീവ്രമായിട്ടാണല്ലോ അവരെ അമലുകളൊക്കെ. എത്ര കഠിനമായിട്ടാണ്, എത്ര എല്ലാ വർഷവും പോകുന്നുണ്ടല്ലോ ഹജ്ജിന്. എല്ലാ വർഷവും 4 വട്ടെങ്കിലും ഇവിടെ ചെയ്യാത്തതില്ലല്ലോ. അങ്ങനെ കുറെ കർമ്മങ്ങളെ സാമ്യപ്പെടുത്തി നോക്കുമ്പോ, നമ്മളെ അടുത്തേക്ക് എത്തിച്ചു നോക്കുമ്പോ നമ്മളത് ചെറുതാണ്, അവരുടേത് വലുതാണ്. അതുകൊണ്ടാണ് ഹദീസിന്റെ ബാക്കിയിൽ പറഞ്ഞത് തഹജ്ജറൂന സ്വലാത്തകും മാ സ്വലാത്തിഹിം, അവരുടെ നിസ്കാരത്തോടൊപ്പം നിങ്ങളെ നിസ്കാരം തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായി തോന്നും. വസിയാമകും മാ സിയാമിഹിം, അവരുടെ നോമ്പിനോടൊപ്പം നിങ്ങളുടെ നോമ്പിനെ തട്ടിച്ചു നോക്കുമ്പോൾ ചെറുതായി തോന്നും. വഅമാലകും മാ അമാലിഹിം, അവരുടെ കർമ്മങ്ങളോടൊപ്പം നിങ്ങളുടെ കർമ്മങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ ചെറുതായി തോന്നും. പക്ഷേ അവര് ദീനിലുണ്ടോ? ഇല്ല. യംറുഖൂന മിനദ്ദീൻ, ദീനിൽ നിന്ന് അവർ തെറിച്ചു പോയിട്ടുണ്ട്. കമാ തംറുഖുസ്സഹമു മിനർ റമിയ്യ, ഒരമ്പ് ചെയ്തിട്ട് വേട്ട മൃഗത്തിലേക്ക് എത്തിയിട്ടത് തുളച്ചിട്ട് അപ്പുറം പോകും പോലെ, തുളച്ച് കയറിയ അമ്പ് അപ്പുറത്തേക്ക് പോകുന്നത് പോലെ ദീനിൽ നിന്ന് അവരൊന്നോ പുറത്തു പോയിട്ടുണ്ട്. കാരണം വിശ്വാസം വലിയായ രൂപത്തിലില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്നത് ഇന്നും സാധാരണ രൂപത്തിലാണ്, സാധാരണ ഭാവത്തിലാണ്. സാധാരണ പോലെ ജനിച്ചു, സാധാരണ പോലെ ജീവിച്ചു, സാധാരണ പോലെ മൺമറഞ്ഞു, സാധാരണ രൂപത്തിൽ തന്നെ അടക്കം ചെയ്തു. അങ്ങനെയാ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ വിശ്വാസം ശരിയല്ല. സാധാരണ രൂപത്തിലാണോ ജനിച്ചത്? അല്ല. അത്രയും അത്ഭുതങ്ങൾ നൽകിയിട്ടൊരു ജന്മം അല്ലാഹു തആല ലോകത്താർക്കാ നൽകിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരാളെ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരാളെ ചരിത്രം ഭൗതിക ലോകത്തോ അല്ലാതെ പറയാൻ ആരുടേതും കഴിയില്ല. അത്രമാത്രം അത്ഭുതങ്ങളല്ലേ ലോകത്ത് അല്ലാഹു തആല നൽകിയത്. അത്രമാത്രം വലിയ ക്ഷേമൈശ്വര്യങ്ങളും സന്തോഷങ്ങളും അല്ലേ അല്ലാഹു തആല ഇജാസ് മുഴുവനും അല്ലാഹു തആല നൽകിയത്. എന്നിട്ട് എങ്ങനെയത് സാധാരണ ജന്മം എന്നറിയാം? എങ്ങനെയാ സാധാരണ ജീവിതം എന്ന് പറയുന്നത്? സാധാരണ ജീവിതം ഒരിക്കലും അല്ല. കാരണം അതുപോലെ ജീവിക്കാൻ ആഗ്രഹിച്ച സ്വഹാബത്തിനോട് നിങ്ങൾ പറഞ്ഞു, എന്നെ പോലെ നിങ്ങൾ ആകരുത്, കാരണം നിങ്ങൾക്കതിന് കഴിയൂല. ഇന്ന് രാവിലെ സുബൈക്ക് നോമ്പെടുത്ത തങ്ങൾ ഇന്ന് വൈകുന്നേരം നോമ്പ് മുറിക്കാതെ ആ നോമ്പ് ഇങ്ങനെ തുടർന്ന് നാളെയും നോമ്പായി. അപ്പൊ നമുക്കൊക്കെ സാധാരണ 10 മണിക്കൂർ 12 മണിക്കൂർ ആയത് നേരെ ഒന്നുകൂടി കൂട്ടണം, 24 മണിക്കൂറാകും. ചിലപ്പോ അത് 48 മണിക്കൂർ ആകും. 2 ദിവസമല്ല 3 ദിവസം കൊണ്ട് കഴിയും. ഒന്നെ രാവിലെ ഇങ്ങനെ വൈകുന്നേരം ഒപ്പിച്ചെങ്കിൽ റെഡിയായി. ഇത് ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ നോക്കാൻ വിചാരിച്ച സ്വഹാബത്തിനോട് നിങ്ങൾ അങ്ങനെ നോക്കരുത്. നിങ്ങളും ഞാനും കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും എന്റെ അതേ ശരീരമാണ് നിങ്ങൾക്ക് ഉള്ളത്. അല്ല, ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. എന്നെ പോലെ നിങ്ങളിൽ ഒരാളും ഇല്ല. എന്റെ പ്രകൃതിയും എന്റെ രൂപവും എന്റെ ഭാവവും ഒക്കെ വ്യത്യാസമുണ്ട്. ഞാൻ അങ്ങനെ ഒരാഴ്ചക്കാലം ഇങ്ങനെ മുവാസലത്തിന്റെ വിസാലിന്റെ നോമ്പ് നോറ്റാലും എന്റെ ശരീരത്തിന് ഈ ബാധത്തിൽ ഒരു ക്ഷീണം ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയാണോ നിങ്ങൾ? അല്ല, വ്യത്യാസം. അതുകൊണ്ടൊക്കെ ഒരുപോലെ എന്നുള്ള വാദം തെറ്റാണ്, എല്ലാ അർത്ഥത്തിലും.
ഒരർത്ഥത്തിലല്ല, എല്ലാ അർത്ഥത്തിലും അത് തെറ്റാണ്. സ്വീകരിക്കാൻ പറ്റൂല. വിശ്വാസ രംഗത്ത് പേച്ച ആളുകളും ഈ കൂട്ടത്തിൽ പെടും. കഠിനാധ്വാനൊക്കെ ഉണ്ട്. റമളാനിലൊക്കെ നോക്കുന്ന ചില ആളുകൾ സ്വതക്കയും ധർമ്മമൊക്കെ കൊടുക്കുന്നതിൽ മുൻപന്തിയിലായിരിക്കും. അവരെ അമലിങ്ങനെ കണ്ടാൽ നമ്മൾ ഏതായാലും അങ്ങോട്ട് എത്തൂല എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടേത് ചെറുതാണെങ്കിലും വിശ്വാസത്തിന് മാറ്റം വരരുത്. വിശ്വാസത്തിന് മാറ്റം വന്നാലൊക്കെ പോയി. ഡസൻ കണക്കിന് കോടിക്കണക്കിന് അമലുകൾ ഇപ്പുറത്തുണ്ടായിട്ടും കാര്യമില്ല. എല്ലാ ദിവസവും 1000 പേർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഒരു ധർമ്മിഷ്ഠനുണ്ടായിരുന്നു മുമ്പ് കാലത്ത് എന്ന് പറഞ്ഞാൽ എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിക്കുന്ന കാലത്ത് അന്ന് ധർമ്മിഷ്ഠനായിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇബ്നു ജദ്ആൻ എന്ന പേരുള്ള മനുഷ്യൻ. അയാളെ പണി ഒരു ദിവസം ചുരുങ്ങിയത് 1000 പേർക്ക് ഭക്ഷണം കൊടുക്കും. 10 ദിവസമായാൽ 10,000 ആയില്ലേ? ഒന്ന് കൂട്ടി നോക്കുമ്പോ എത്ര ആളുകൾക്ക് എത്ര ലക്ഷങ്ങൾക്കാണ് ആ ഭക്ഷണം കൊടുത്തത്? ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, കൊടുത്ത ഭക്ഷണമൊക്കെ ആഖിറത്തിൽ ഉപകരിക്കുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒന്നും കിട്ടൂല. എന്തേ നബിയെ കിട്ടാത്തത്? ആ മനുഷ്യന് പരലോകത്തിൽ വിശ്വാസമില്ല. അവിടെ പോയി. പരലോകം എന്ന ലോകമൊന്നുമില്ല, തന്നെയാണ് ലോകം. അങ്ങനെ വിശ്വസിച്ച പിന്നെന്താ പറയുക? അങ്ങനെ വിശ്വസിച്ചാൽ തുഞ്ഞാൽ പിന്നെന്താ പറയുക? അങ്ങനെ അങ്ങോട്ട് ആൾക്കാരെ തുഞ്ഞാൽ പരലോകമൊന്നുമില്ല. ആളുകൾ ഇങ്ങനെ മനുഷ്യന്മാരെങ്ങനെ പേടിപ്പിച്ച് നിർത്താൻ കുറച്ച് സംഭാവന ഒക്കെ തരാൻ വേണ്ടി പറയുന്നത് നിർത്താനാണ്. യുക്തിക്കനുസരിച്ച് നോക്ക് നിങ്ങൾ. യുക്തിവാദികളും ലിബറൽ വാദികളൊക്കെ പറയുന്ന നിർത്താൻ ആളുകൾ ഇങ്ങനെ ഉസ്താദ്മാരിങ്ങനെ ആൾക്കാരൊക്കെ ഒരു സംഭാവന കിട്ടണമെങ്കിൽ ഒരു മൗത്തും ഒരു ഖബറും ഒരു മഹ്ശറും പിന്നെന്താണ് ഹിസാബും ഒരു മീസാനും സിറാത്തൊക്കെ പറയണേ. അങ്ങനൊന്നും ഇല്ല. അതൊക്കെ സാങ്കല്പിക വർത്താനാണ്. നിങ്ങൾ വെറുതെ അതിലൊന്നും കയറിയിട്ട് ഇടങ്ങേറാകണ്ട. അതാണ് ഇപ്പൊ പുതിയ ചിന്താഗതി പറയുന്നത്. ഓൽക്കാണ് പേര് യുക്തിവാദി. ഇനി യുക്തിവാദി എന്നല്ല പറയണ്ടേ, പൊട്ടന്മാര് പറയണ്ടേ. യഥാർത്ഥത്തിലുള്ള ബുദ്ധി കൊണ്ട് ഒരു മനുഷ്യൻ പഠിക്കുകയാണെങ്കിൽ, ഉൾക്കൊള്ളുകയാണെങ്കിൽ പരലോകം ഉണ്ട് എന്ന് പറയണം. മുഖങ്ങൾ പരലോകം ഉണ്ട് എന്ന് പറയണം. കാരണം നല്ലോണം ഇബാദത്തെടുത്ത് 60-65 കൊല്ലം ഒരു തെറ്റുകുറ്റങ്ങളിലേക്കും നീങ്ങാതെ വിശ്വാസം ഉറച്ച രീതിയിൽ അല്ലാഹു തആലാക്ക് ഇബാദത്തെടുത്ത ഒരു മനുഷ്യന് കിട്ടേണ്ട രൂപത്തിലുള്ള തവാബ് ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഒരു 65 കൊല്ലം ഇബാദത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്നും കുറവില്ല. പരീക്ഷണങ്ങൾ മുഴുവനും അനുഭവിച്ചിട്ടുണ്ട്, ക്ഷമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ആ ചെയ്തതിനുള്ള സവാബ് ഫുള്ളോടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അതേ സമയത്ത് ഒരു അറിവ് പോലും ഗുണം ചെയ്യാത്ത, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, അടിച്ച് പൊളിച്ച് സുഖിച്ച് മതിച്ച് ജീവിച്ച് എല്ലാ ഹറാം പറഞ്ഞ വിഷയങ്ങളിലും മെമ്പർഷിപ്പ് എടുത്ത് ജീവിച്ച അയാൾ പോകാത്തൊരു തോന്നിവാസല്ല. അങ്ങനെ ജീവിച്ച് 10-20 കൊല്ലം സുഖസുന്ദരമായിട്ട് ജീവിച്ച് ഒരു പല്ലുവേദന പോലും അനുഭവിക്കാതെ എല്ലാ നശീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ ആൾക്ക് കിട്ടേണ്ട ശിക്ഷ ഇവിടെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. രണ്ടും പറയുമ്പോ ബുദ്ധിയുള്ളവൻ പറയണം, ഈ ഒരു ലോകം ആവശ്യമാണ്. ഇത് രക്ഷയുടെയും ശിക്ഷയുടെയും ലോകമല്ല, വിചാരണയുടെ ലോകമല്ല ഇത്. അപ്പൊ മറ്റൊരു ലോകം ആവശ്യമാണെന്ന് മനുഷ്യന്റെ ബുദ്ധി പറയണം. അല്ലാതെ എങ്ങനെ നിങ്ങൾ നോക്ക്, എത്ര ആൾക്കാരങ്ങനെ കിടക്കുന്നത് അല്ലെ? എത്ര ആൾക്കാരങ്ങനെ കഷ്ടപ്പെടുന്നത് നമ്മൾ കൂട്ടി നോക്കുമ്പോ എത്ര ആൾക്കാരുണ്ട്. ഭൂമി ലോകത്തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് നല്ല നിലയ്ക്ക് ജീവിക്കുന്ന മനുഷ്യന്മാര് ഒരു വകുപ്പില്ലാതെ രോഗം ബാധിച്ച് പരീക്ഷണങ്ങൾ ഒന്നിന് പുറമെ ഒന്ന് എന്നിട്ട് ഇബാദത്ത് കുറവില്ലാതെ വിശ്വാസം മാറ്റല്ലാതെ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന എത്ര ആൾക്കാർ. അതേ സമയത്ത് ഇപ്പുറത്ത് ഒരു വിശ്വാസവും ഒരു കർമ്മവുമില്ല, സുഖത്തോടെ അടിച്ച് പൊളിച്ച് ഉല്ലസിച്ച് ജീവിക്കുന്ന ആള്. രണ്ടിനും ചിന്തിക്കുന്ന ഒരാൾക്ക് ഇയാൾക്ക് കൊടുക്കേണ്ട ഒരു ശിക്ഷയുണ്ട്, മറ്റേ ആൾക്ക് കൊടുക്കേണ്ട ഒരു രക്ഷയുണ്ട്, ഒരു ഗുണവുമുണ്ട്. രണ്ടും ഈ ലോകത്തിലൊന്നും ഒരു അർത്ഥത്തിലും കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടേണ്ട ഒരു ലോകം വേണം. ആകയാൽ
മരണത്തിന്റെ ശേഷം ഒരു ലോകം ഉണ്ടായേ പറ്റൂ. അതുണ്ടായേ പറ്റൂ, ഇല്ലെങ്കിൽ സംഗതി നടക്കൂല. ആ ലോകത്തെ വർത്തമാനങ്ങളാ നമ്മൾ പറയുന്നത്. പരലോകത്തെത്തുമ്പോ സഹോദരങ്ങളെ, വാടി തളർന്നു നിൽക്കുന്ന ശരീരങ്ങൾ, വിശ്വാസ രംഗത്ത് കരുതലോടെ പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ മുഖത്ത് ക്ഷീണം കാണുന്നു. മുഖം കാണുമ്പോഴേക്കറിയും അവര് കുഴങ്ങിയിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ നിന്ന് അങ്ങനെ തളരുന്ന ആളുകളുണ്ടോ? ഉണ്ട്. ഈ ഉമ്മത്തിൽ പരലോകത്തെത്തുമ്പോ ആദ്യം മുഖം കീർക്കുന്ന ആളുകൾ ആരാന്നറിയോ? നമ്മൾ ആരും അതിൽ മെമ്പർമാരാകരുത്. അതിനാണ് ഞാൻ പറയുന്നത്. അവ്വലു മൻ യസ്വദ്ദു മിൻ ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഖിയാമത്ത് നാളിൽ ആദ്യം മുഖം കറുക്കുന്നവർ വുജൂഹു നിസ്കരിക്കാത്തവന്റെ മുഖങ്ങളാണ് ആദ്യം അവിടെ വെച്ച് കറുക്കുന്നത്. ഈ ഉമ്മത്തിൽ മുൻഗാമികളിലല്ല, ഈ ഉമ്മത്തിൽ നിന്ന്, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് മുഖം കറുക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇപ്പോഴും നിസ്കാരം എന്നുള്ള റേഞ്ചിലേക്ക് എത്താതെ ജീവിക്കുന്ന എത്രയോ ഹതഭാഗ്യരുണ്ട്. നിസ്കാരം റേഞ്ചിലേക്ക് എത്തിയില്ല. ഒരുപക്ഷെ ആപൽ ഘട്ടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വതക്കയൊക്കെ റേഞ്ചിൽ എത്തിയിട്ടുണ്ടാവും. സംഭാവന നിസ്കാരം വേണ്ടതുപോലെ റേഞ്ചിൽ എത്താത്തവരുണ്ട്. ചില നിസ്കാരങ്ങളൊക്കെ എത്തിയാലും സുബി അങ്ങോട്ട് എത്തിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ടാവും. ആ സംഭാവന ഒക്കെ തീർന്നു മോനെ, സംഭാവന ഒക്കെ തീർന്നു. നല്ല സ്വതക്ക് കൊടുത്ത് നമ്മുടെ പരിപാടി 2 ദിവസമല്ലേ, 3 ദിവസം വൻ വിജയമാണ്. നല്ല നല്ല സംഭാവന കൊടുക്കും. ഇന്ന് വെള്ളിയാഴ്ച രാവല്ലേ അല്ലേ? വെള്ളിയാഴ്ച രാവും കൂടിയാണ്. അപ്പൊ കുറച്ച് കട്ടി കൂടും സംഭാവന. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. തളർന്ന് നിൽക്കുന്ന ആളുകളിൽ, കറുത്തിരുണ്ട് നിൽക്കുന്ന ആളുകളിൽ നമ്മൾ ഉണ്ടാകരുത്. നിസ്കരിക്കാത്തവരുടെ മുഖങ്ങൾക്ക് കരിവാളിച്ച സംഭവിക്കും. എന്റെ വക ഞാൻ പറഞ്ഞതല്ല, ഹദീസിലുള്ള വിഷയമാണ്. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം മുഖം കറുക്കുന്നവര് അവരാണ്. മുഖം കറുത്തിരുണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ എന്താ അല്ലാഹു കൊടുക്കാനിരിക്കുന്നത്? തസ്ലാ നാറൻ ഹാമിയാ, തസ്ലാ, ആ ശരീരങ്ങൾ പ്രവേശിക്കും നാറൻ ഹാമിയാ, അത്യുഷ്ണമുള്ള നരകത്തിലേക്ക്. നരകം എന്ന് പറഞ്ഞാൽ തന്നെ ചൂടുള്ളതാണ്. ഹാമിയത്തൻ എന്ന് ഒന്നുകൂടി പറഞ്ഞപ്പോ കടും ചൂടുള്ള നരകം. കടും ചൂടുള്ള നരകം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഹദീസിൽ കാണാം, നരകത്തെ അല്ലാഹു തആല 3000 വർഷം കത്തിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. 1 വർഷമല്ല, 3000 വർഷം. ആദ്യം 1000 വർഷം നരകത്തെ കത്തിച്ചു. അപ്പോൾ നരകം സഹോദരങ്ങളെ ചുവന്നു. രണ്ടാമത് 1000 വർഷം കൂടി കത്തിച്ചു. ചുവന്നത് ഒന്നുകൂടി വെളുത്തു. മൂന്നാമത് 1000 വർഷം കൂടി കത്തിച്ചു. ഫഹിയ സൗദാഉ മുസ്ലിമാ, നരകത്തിന്റെ കളറ് കറുത്തിരുണ്ട കളറാണ്. പക്ഷേ കറുത്ത കട്ട കാണുമ്പോ കരുതരുത് ഇത് തീയൊക്കെ വാടിയിട്ട് നിൽക്കുന്ന കട്ടയാണ് എന്ന് കരുതരുത്, കരിക്കട്ടയാണ്. അത്യുഷ്ണമുള്ള നരകത്തിന്റെ കളറാണത്, കറുത്തിരുണ്ട കളറ്. 3000 കൊല്ലം കത്തിച്ച് റെഡിയാക്കിയ ചൂടിന് ഒരംശം പോലും കുറവില്ലാതെ എല്ലാ സമയത്തും ചൂട് തന്നെയാണ്. അതേ കടുത്ത ചൂടുള്ള നരകത്തിലേക്ക് അവർ പ്രവേശിക്കും. നരകത്തിന് ചൂട് കൂടാനല്ലേ സഹോദരങ്ങളെ ഏറ്റവും ചൂട് കൂടുതലുള്ള കല്ല് നരകത്തിൽ അല്ലാഹു തആല സംവിധാനിക്കുന്നത്. ദുനിയാവിൽ ഏറ്റവും ചൂട് കൂടുതലുള്ള കല്ല് ഏതാണ്? നമ്മളെ വെട്ടുകല്ലല്ല, ഉണ്ടാക്കുന്ന സിമന്റ് കല്ലല്ല. അത് ശരി, ദുനിയാവിലുണ്ട് കല്ല്. ഏറ്റവും ടോപ്പ് ചൂടുള്ള കല്ലുണ്ട്. ഏതാ മക്കളെ? നമ്മൾ ഉത്തരം പറഞ്ഞാൽ വേണമെങ്കിൽ നാളെ സമ്മാനം തരാം. അന്നല്ല, ജില്ലകൾക്കല്ല, കുട്ടികൾക്ക് ചാൻസ് കൊടുത്തു. ദുനിയാവിലുള്ള കല്ല് നാളെ നരകത്തിലേക്ക് അല്ലാഹു തആല കൊണ്ടുപോയി വീട്ടിച്ച് ഒന്നുകൂടി ചികിരിട്ട് ചൂടിന്റെ ഡിഗ്രി കൂട്ടാനുള്ള കല്ലുണ്ട്.
അൽ കിബിരീത്തുൽ അദീമ. ഗന്ധകം എന്ന് പറയാറില്ലേ, ഗന്ധകത്തിന്റെ കല്ല്. അതിനാണ് ദുനിയാവിൽ ഏറ്റവും ചൂടിന്റെ മൂർച്ചയുള്ളത്. ആ കിബിരീത്താണ്, ഗന്ധകമാണ് നരകത്തിലേക്ക് അല്ലാഹു തആല വലിച്ചേച്ചു കൊണ്ടുപോകാനുള്ള കല്ല്. നരകത്തിൽ ചൂട് കൂട്ടാൻ വേണ്ടി പാറക്കല്ലുകൾ കത്തിക്കും എന്ന് ഖുർആനിലുണ്ട്. ആ പാറക്കല്ലുകൾ അതാണ്, എല്ലാ കല്ലുകളും അല്ല. അൽ കിബിരീത്തുൽ അഹ്മർ അൽ അദീമ, നല്ല ചുവന്ന വലുപ്പമുള്ള ഗന്ധകത്തിന്റെ കല്ല്. ആ കല്ല് കൊണ്ടുപോയിട്ടിട്ട് അല്ലാഹു തആല നരകത്തിന്റെ ഡിഗ്രി, ചൂടിന്റെ ഡിഗ്രി അങ്ങ് വർദ്ധിപ്പിക്കും. അത് ചെറിയ കല്ലല്ല, വല്ലാത്ത കല്ലാണ്. ആ കല്ല് ആലോചിച്ചുകൊണ്ട്, നരകത്തിലെ കല്ലിന്റെ വലുപ്പം ആലോചിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ സ്വഹാബിമാര് വരെയുണ്ട് പേടിച്ചിട്ട്. തസ്ലാ നാറൻ ഹാമിയ, നല്ല ചൂടുള്ള നരകത്തിലേക്കാണ് അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുന്നത്. സാധാരണ രൂപത്തിലുള്ള നരകമല്ല. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, നരകത്തിൽ നിന്ന് കുടിപ്പിക്കപ്പെടുന്നതോ മിൻ ഐനിൻ ആനിയ, ഏറ്റവും കൂടുതൽ ഡിഗ്രി ചൂടുള്ള അരുവിയിൽ നിന്നാണ് നരകക്കാർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ആ ഏറ്റവും ചൂടുള്ള ഡിഗ്രിയിൽ നിന്നുള്ള ഒറ്റ തുള്ളി ഭൂമിയിലേക്ക് ഉറ്റി വീണാൽ ലദാബത്തിദ്ദുനിയാ കുല്ലുഹാ, ദുനിയാവ് മൊത്തം ഉരുകിപ്പോകും. അത്രയും ഡിഗ്രി ചൂടുണ്ട് നരകത്തിന്റെ ചൂട്. എത്രയാ നരകത്തിന്റെ ചൂട് പറഞ്ഞത്? ദുനിയാവിൽ കത്തിക്കുന്ന മൊത്തം തീ, അത് ബോംബിൽ നിന്ന് വരുന്ന തീയാകട്ടെ, ഗ്യാസിൽ നിന്ന് വരുന്ന തീയാകട്ടെ, മരത്തിൽ നിന്ന് വരുന്ന തീയാകട്ടെ, പാറക്കല്ലുകളിൽ നിന്ന് വരുന്ന തീയാകട്ടെ, അതൊക്കെ ദുനിയാവിലുണ്ടല്ലോ. ജുസുഉൻ മിൻ സബഈന മിൻ നാരി ജഹന്നം, നരകത്തിലെ തീയിന്റെ 70ൽ ഒരു ഭാഗമാണ് ഇവിടുള്ള മൊത്തം തീ. അപ്പൊ ബാക്കി 69 അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന നരകത്തിലാണ്. ആ 70% ഉള്ള ചൂടാണ് ആനിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, നരകക്കാര് വെള്ളം ചോദിക്കുമോ? വെള്ളം ചോദിക്കും. ദാഹിച്ച് വലഞ്ഞുകൊണ്ട് വെള്ളം ചോദിക്കും. ചോദിക്കുമ്പോ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഏറ്റവും കടുത്ത ചൂടുള്ള വെള്ളമാണ് കൊടുക്കുന്നത്. അത് കുടിച്ചാലോ എങ്ങനെയുണ്ടാകും? അവരുടെ കുടൽമാലകളെ കഷ്ണങ്ങളാക്കിയിട്ട് ഭാഗിക്കും. അത്രയും കടുത്തുള്ള ചൂടാണ്. നരകക്കാർക്ക് നരകത്തിൽ ചൂടുള്ള വെള്ളം കുടിപ്പിക്കപ്പെടും. ദാഹിച്ച് വരഞ്ഞിട്ടാണ് വെള്ളം ചോദിക്കുന്നത്. കടുത്ത ചൂടുള്ള വെള്ളം കൊടുക്കുമ്പോ കുടൽമാലകളെ കഷ്ണങ്ങളാക്കി ഭാഗിക്കും. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, കുടിക്കാൻ വേണ്ടി വെള്ളം വായിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു വെക്കുമ്പോ ചുണ്ട് അതിലേക്ക് ഇങ്ങനെ വീഴും. ചുണ്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ പല്ല് വീഴും, പിന്നെ നാവ് വീഴും, പിന്നെ കുടിക്കാൻ അവന് നാവില്ല. അല്ലാതെ കൊണ്ടും അവൻ വിഷമിക്കുമ്പോ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കുടിക്കാൻ കഴിയാതെ തായോട്ടിടുന്നു. പിന്നെയും അല്ലാഹു തആല അവയവങ്ങൾ വെച്ചു കൊടുക്കുന്നു. ദാഹം ശക്തമായിട്ട് വീണ്ടും അവൻ വെള്ളം ചോദിക്കുന്നു. എത്ര വെള്ളം ചോദിച്ചാലും നരകത്തിൽ കിട്ടാനുള്ള വെള്ളം അതുമാത്രമാണ്. യുസ്ഖാ തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ഏറ്റവും കടുത്ത ചൂടുള്ള അരുവിയിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഒരു ലോകമാണത്. അത്രയും കടുത്ത ചൂടുള്ള ജലം അത് തന്നെ നല്ല വാസനയുള്ളതാണോ? അല്ല, ദുർഗന്ധം വമിക്കുന്ന ജലമാണ്. ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ളരീഅ്, നരകക്കാർക്ക് ഒരു ഭക്ഷണവും ഇല്ല. ഇല്ലാ മിൻ ളരീഅ്, അതേ തൊണ്ടയിൽ കുടുങ്ങുന്ന ഒരു തരം ഭക്ഷണമുണ്ട്.
തൊണ്ടയിൽ കുടുങ്ങുന്ന ഒരു തരം ഭക്ഷണത്തിന്റെ പേരാണ് ദരീഉ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുൾവൃക്ഷത്തോട് സാമ്യതയുണ്ട് ആ ഭക്ഷണം. മുൾവൃക്ഷത്തോട് സാമ്യതയുണ്ട്. നാട്ടില് മുള്ളുമരം കണ്ടിട്ടില്ലേ? അതുപോലെ മുള്ള് നിറഞ്ഞിരിക്കുന്ന ഒരു ഭക്ഷണമാണ്. വല്ലാത്ത കയ്പാണത്. ശവത്തെക്കാളും ദുർഗന്ധം വമിക്കുന്നതാണ്. നരകക്കാരിൽപ്പെട്ട ഒരു ടീമിന്റെ ഭക്ഷണം ഇതാണ്. വേറൊരു ടീമിന് അല്ലാഹു കൊടുക്കുന്നത് സക്കൂമരത്തിൽ നിന്നാണ്. വേറൊരു ടീമിന് കൊടുക്കുന്നത് ബിസിലിയിലാണ്. ഒന്നും സുഖകരമായ ഭക്ഷണമല്ല. എല്ലാം തൊണ്ടയിൽ കെട്ടുന്ന തരത്തിലുള്ള ഭക്ഷണമാണ്. തൊണ്ടയിൽ അത് കുടുങ്ങുമ്പോഴാണ് വെള്ളം ആവശ്യമായി വരുന്നത്. പിന്നെ കുടിക്കാൻ കിട്ടുന്ന വെള്ളമോ അസഹ്യമായ ചൂടുള്ള വെള്ളമാണ്. തണുത്ത വെള്ളവും നരകത്തിലുണ്ട്. സാധാരണ തണുപ്പല്ല, മരവിച്ചു പോകുന്ന, മരം കോച്ചി പോകുന്ന തണുപ്പ്. അതിന്റെ ഒരു തുള്ളി വായിലേക്ക് വെച്ചാൽ പല്ല് താഴോട്ട് വീണുപോകും. അത്രയും ഉള്ള തണുപ്പ് ദുനിയാവിൽ. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഊക്കുള്ള തണുപ്പുള്ള വെള്ളം കുടിക്കാൻ താല്പര്യപ്പെടൂല, അടുത്ത ചൂടുള്ള വെള്ളം കുടിക്കാനും താല്പര്യപ്പെടില്ല. പൊതുവേ നമ്മൾ ഉസ്താദുമാരൊക്കെ ചില ആളുകൾ ചൂടുവെള്ളം തന്നെ കുടിക്കാൻ താല്പര്യപ്പെടില്ല. കാരണം ചൂടുവെള്ളത്തിന് ഒരു നരകത്തിന്റെ വെള്ളം എന്നുള്ള ഒരു സ്വഭാവം, ഒരു പേരുള്ളത് കൊണ്ട് അത് വേണ്ട, സാധാ വെള്ളം മതി എന്ന് പറയും പലരും. സാധാ വെള്ളം മതി, നോർമലായിട്ടുള്ള വെള്ളമല്ലേ, തണുപ്പിക്കും വേണ്ട, സാധാരണ വെള്ളം അത് മതി എന്ന് പറയും. മറ്റേ വേണ്ടാന്ന് പറയും. നരകത്തിലെ വെള്ളത്തിന്റെ പേരങ്ങനല്ലേ, മാഉൻ ഹമീം എന്നാ പേര്, ചൂടുള്ള വെള്ളം. അത് ഇവിടുത്തെ ചൂടല്ല കേട്ടോ. ഇവിടുത്തെ ചൂട് ഇവിടെ അങ്ങനെ ചൂട് കൂട്ടാൻ കഴിയൂല. ഇവിടെ ഉള്ള ചൂട് തന്നെ ചൂട് ഓവറായി കിട്ടിയില്ലെങ്കിൽ നാവിലേക്ക് വെച്ചാ പിന്നെ ആ നാവിലേക്കൊന്ന് രുചി കിട്ടണമെങ്കിൽ കുറെ ദിവസം കഴിയേണ്ടി വരും. നാവിന്റെ മേലുള്ള പാടൊന്നായിട്ടും റെഡിയായാലും ചൂട് കൂടിയിട്ട് റെഡിയായാലും പിന്നെ ചായ കുടിക്കുമ്പോഴും രുചിയില്ല, വേറെ ഒറ്റ സംഗതി കഴിക്കുമ്പോഴും പിന്നെ രുചി ഉണ്ടാവില്ല, രുചി നഷ്ടപ്പെട്ടു. അപ്പൊ അത്രയും മൂക്കുള്ള ചൂടും തണുപ്പും സഹിക്കാൻ കഴിയാത്ത ആ നരകത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അന്നപാനീയങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തിനാ? ദാഹം മാറാനാ? അല്ല, തടി കൂടാനാ. ദുനിയാവിൽ ഇപ്പൊ ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകും, തടി കൂടും, ദാഹം വിശപ്പൊക്കെ മാറും. അതുകൊണ്ട് അതൊന്നും കിട്ടൂല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. ഉടനെ അല്ലാഹു പറഞ്ഞു, ലാ യുസ്മിനു, തടിച്ചു കൊടുക്കാനുള്ള ഭക്ഷണമല്ല. ഇടങ്ങേറായിട്ട് ചോദിച്ചിട്ട് കൊടുക്കുമ്പോ വർഷങ്ങളോളം എരന്ന് കരഞ്ഞ് അവസാനം കൊടുക്കുന്ന ഭക്ഷണമാണിത്. ആ ഭക്ഷണം തന്നെ തൊണ്ടയിൽ കുടുങ്ങുകയാണ്. തൊണ്ടയിൽ കുടുങ്ങുമ്പോ തായോട്ടിറങ്ങാൻ കൊടുക്കുന്ന വെള്ളമോ കടുത്ത ചൂടുള്ള ചീഞ്ചലമാണ്. വാസന കൊണ്ട് അടുപ്പിക്കാൻ കഴിയാത്ത വെള്ളമാണ്. ചൂടാണെങ്കിലോ ശമിപ്പിക്കാൻ കഴിയാത്തതുമാണ്. വിശപ്പിന് പരിഹാരമല്ല. വിശപ്പ് മാറുമോ ഭക്ഷണം കഴിച്ചിട്ട്? ഇല്ല. കടുത്ത വിശപ്പുള്ളവരായിരിക്കും നരകക്കാര്. ദാഹം മാറുമോ? ദാഹവും മാറൂല. ഈ വെള്ളവും മറ്റുമൊക്കെ അവർ കുടിക്കുമോ? കുടിക്കും. നിർബന്ധിതരായിട്ട് കുടിക്കുകയാണ്. സഹിക്കാൻ കഴിയാത്ത വിശപ്പ് കൊണ്ടാണ് കുടിക്കുന്നത്. സഹിക്കാൻ കഴിയാത്ത ദാഹം കൊണ്ടാണ് അവർ കുടിക്കുന്നതും ഭക്ഷിക്കുന്നതുമൊക്കെ. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു തആല പറഞ്ഞത് അങ്ങനെയാണ്, ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം. ഹീം എന്ന് പറഞ്ഞാൽ രോഗം ബാധിച്ച ഒരു തരം ഒട്ടകമാണ്. രോഗം ബാധിച്ച ഒട്ടകത്തിന് എത്ര വെള്ളം കൊടുത്താലും അത് വലിച്ചങ്ങനെ കുടിക്കും. ഒരു തരം രോഗം അതിനുണ്ട്. ആ രോഗം ഒട്ടകത്തിന് വരുമ്പോ ഏറ്റവും അധികം ഒട്ടകത്തിനുണ്ടാകുന്നത് ദാഹമാണ്. നമ്മളൊരു 10 ലിറ്റർ വെള്ളം കൊണ്ടുപോയി വെച്ചാലും വലിച്ചങ്ങനെ കുടിക്കുവതിരിക്കുവോ രോഗത്തിന്റെ പേരിൽ. അതേ രൂപത്തിലാണ് നരകക്കാരന്റെ കുടി. അവന്റെ ദാഹം മാറൂല. ഈ ഒട്ടകത്തിന്റെ ദാഹം മാറാത്തതുപോലെ നരകക്കാരന്റെ ദാഹവും മാറൂല. കിട്ടുന്ന വെള്ളം സുഖമുള്ള വെള്ളമാണോ? അല്ല, കടുത്ത ചൂടുള്ള ചീഞ്ചലമാണ്.
അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗക്കാരോട് വെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കുമോ? അപേക്ഷിക്കും. വെള്ളം കിട്ടാൻ വേണ്ടി സ്വർഗക്കാരോട് ഇരന്ന് ചോദിക്കും. സ്വർഗക്കാരെ, നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന വെള്ളത്തിൽ നിന്ന് അഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. നരകക്കാർ സ്വർഗക്കാരെ വിളിച്ചു പറയും, അല്ലാഹു നിങ്ങൾക്ക് തന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് ഒഴിച്ചു തരുമോ? സ്വർഗക്കാര് കുടിക്കുന്ന ജലാശയങ്ങളിൽ നിന്ന് കുറച്ച് തരുമോ? അല്ല, വെള്ളം വേണ്ട. ഔ മിമ്മാ റസഖകുമുല്ലാഹ്. വെള്ളം അല്ലാത്ത പലതും അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നല്ല ഫലഭൂയിഷ്ടമായ നല്ല പച്ചക്കറികളുണ്ട്, അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ നല്ല പഴങ്ങളുണ്ട്, മാംസങ്ങളുണ്ട്, പല പല ജീവികളുടെയും മാംസങ്ങളുണ്ട്. ഒട്ടകത്തിൻ്റെത് മാത്രമല്ല, പല പക്ഷികളുടെയും മാംസങ്ങളുണ്ട്. എന്തെങ്കിലുമൊക്കെ തരുമോ? വെള്ളം വേണ്ട, വെള്ളങ്ങൾ തരൂല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഭക്ഷിച്ചു നോക്കാൻ, ഒന്ന് കഴിച്ചു നോക്കാൻ. പക്ഷേ കാലു സ്വർഗക്കാര് പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. നിങ്ങൾ നിഷേധികളായിട്ടല്ലേ ജീവിച്ചത്? അല്ലാഹുവിൽ വിശ്വസിച്ചില്ലല്ലോ, വിശ്വസിക്കേണ്ടവരിൽ ഒന്നും വിശ്വസിച്ചില്ലല്ലോ. നിങ്ങൾക്കിത് തരാൻ പാടില്ല, അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തരാൻ പറ്റൂല. അല്ലാഹ് ഹറാമാക്കി നമുക്ക് തരാൻ പറ്റൂല. അല്ലാഹു തആല ഞങ്ങളോട് നിങ്ങൾക്ക് തരാൻ പറഞ്ഞാൽ നമുക്ക് തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലാഹു നിഷിദ്ധമാക്കിയതാണ്, തരാൻ പറ്റൂല. ദുനിയാവിൽ നമ്മൾ അങ്ങനെ ഒപ്പം ജീവിച്ചവരും ഒപ്പം സഹകരിച്ചവരല്ലേ എന്നൊക്കെ നരകക്കാരെന്ന് വിളിച്ചു പറയും പലരും. നമ്മളൊപ്പം നടന്നവരല്ലേ, കൂട്ടുകാരല്ലേ, അതൊക്കെ ശരിയാണ്, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ഇത് തരാൻ പറ്റൂല. എത്ര ചോദിച്ചിട്ടും കാര്യമില്ല. പിന്നെ അവർക്ക് കുടിക്കാനും മറ്റൊക്കെ ഉള്ള ഇതാണ്. നരകക്കാരുടെ ഈ ചിത്രം ഭയാനക ചിത്രമാണ്. ദുനിയാവിൽ തന്നെ സഹോദരങ്ങളെ സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യന് വിശപ്പും ദാഹവും. അതേറ്റവും മൂർച്ച കൂടി വരുന്ന ഒരു ലോകമാണ് നരകലോകം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വർഗക്കാരെ പറ്റിയാണ് നേരെ ഇപ്പുറത്ത് പറയുന്നത്. ചില ശരീരങ്ങൾ, ചില മുഖങ്ങൾ നാഇമത്തുൻ, നല്ല സന്തോഷിച്ച് നിൽക്കുന്ന മുഖങ്ങളെ കാണാം. മുഖം നോക്കിയാൽ തന്നെ നല്ല മിനുമിനുത്തമുള്ള മുഖങ്ങളാണ്, പ്രസരിപ്പുള്ള മുഖം. വുജൂഹുൻ യൗമഇദിൻ നാഇമാ ലാതു ബഹ്ജത്തിൻ, നല്ല ഭംഗിയുള്ള, കാണാൻ തന്നെ നോക്കിയാൽ തന്നെ പിന്നെ നോക്കി പോകുന്ന മുഖങ്ങളാണ്. നോക്കിയാൽ തന്നെ നല്ല സന്തോഷം തോന്നും അല്ലെ? അങ്ങനല്ലേ? സന്തോഷമുള്ള ദിവസങ്ങളിൽ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കി, ഇപ്പൊ ഒരു പെരുന്നാളൊക്കെ ഒരാൾ മുഖത്ത് നോക്കിയാൽ എന്തൊരു സന്തോഷം, അല്ലാത്ത സന്തോഷം. ഒരാൾക്കൊരു കുഞ്ഞ് ജനിച്ച സമയത്ത് അയാളെ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു സന്തോഷം ഉണ്ടാവും. ആ കുടുംബത്തിന്റെ മുഖത്തിന്റെ മൊത്തം സന്തോഷിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും നല്ല സന്തോഷമുള്ള അവസ്ഥ എങ്ങനെയാണോ അത് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് പരലോകത്താണ്. ഖുർആൻ അത് പറഞ്ഞു, തഅരിഫു ഫീ വുജൂഹിഹിം നദറതൻ നഈം. അവരെ മുഖം കാണുമ്പോ സുഖത്തിന്റെ വല്ലാത്ത പ്രസരിപ്പവരെ മുഖത്ത് കാണാം. അനുഭവിക്കാൻ പോകുന്ന സുഖങ്ങൾ ധാരാളമുണ്ട്, സ്വർഗീയമായ സുഖങ്ങൾ. അതിന്റെ അനുഭൂതി ഇപ്പോൾ തന്നെ മുഖത്ത് വായിച്ചെടുക്കുകയാണ്. നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന മുഖം. എന്തിനാ സന്തോഷം വരാൻ കാരണം? ലിസഈഹാ റാദിയാ. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളെ പെടുത്തി തരട്ടെ. ഉസ്താദുമാരെയും ബന്ധുമിത്രാദികളെയും ശിഷ്യന്മാരെയും സുഹൃത്തുക്കളെയും സഹപാഠികളെയും എല്ലാവരെയും അല്ലാഹു പെടുത്തി തരട്ടെ. ലിസഈഹാ റാദിയാ. അധ്വാനം കണ്ട് തൃപ്തിപ്പെടുന്ന മുഖങ്ങളാണ്. ഞാൻ അധ്വാനിച്ചത് മുതലായി പോയി, ഞാൻ കഷ്ടപ്പെട്ടത് മുതലായി പോയി. ദുനിയാവിൽ ഞാൻ ക്ഷീണം അനുഭവിച്ചു, ശരിയാണ്. രോഗിയായി കിടന്നിട്ടും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. സുബഹിക്ക് ഞാൻ എഴുന്നേറ്റപ്പോ നേരെ അപ്പുറത്ത് താമസിക്കുന്ന അയാള് കൂർക്കം വലിച്ച് ഉറങ്ങാണ്.
8 മണി 9 മണിക്കാണ് ആൾ എഴുന്നേറ്റ് പല്ല് തേൽക്കാറുള്ളത്. ഞാൻ അങ്ങനെയല്ല. എനിക്ക് സുബഹി ബാങ്ക് കൊടുക്കുമ്പോ പിന്നെ ഉറക്ക് തീരെ വരൂല. കാരണം സുബഹി എന്റെ മനസ്സിലേക്ക് അങ്ങനെ വരും. സുബഹിക്ക് തന്നെ എഴുന്നേറ്റ് നിസ്കരിച്ചത് ഇപ്പൊ ലാഭമായി. പരലോകത്തുനിന്ന് മഹ്ശറിന്ന് ആ നിൽക്കുന്ന ആ നൃത്തത്തില് അന്യോന്യം ഇങ്ങനെ നോക്കുമ്പോ ലാഭമായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചത്, വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചത്, നമ്മളെക്കാളും കഷ്ടപ്പാട് അനുഭവിച്ച് ജീവിച്ചവരാണ് മുഹാജിറുകൾ. നമുക്കാർക്കെങ്കിലും ഒട്ടകത്തിന്റെയോ ആടിന്റെയോ തോല് മറച്ചുകൊണ്ട് ജീവിച്ച് റൂട്ടിലൂടെയും പള്ളിയിലൂടെയും ഒക്കെ നടക്കേണ്ടി വന്ന ഗതികളൊന്നുണ്ടല്ലോ? ഉണ്ടോ? ഇല്ല. നമ്മളെ വാപ്പപ്പാർക്കൊരു പക്ഷേ കുപ്പായടാതെ ഒരു തോർത്തുമുണ്ട് മാത്രം പൊതിച്ച് ജീവിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പെരുന്നാക്ക് മാത്രം ഒരു പനിയനൊക്കെ ഇട്ട് ഇറങ്ങണം. നമ്മളല്ലേ ഇപ്പൊ ഉള്ള മുഴുവൻ വാരി തിരിച്ചറിഞ്ഞത്? അവരല്ലല്ലോ. അവര് പെരുന്നാളിന് അന്നൊരു തുണിയും ഒരു പനിയനും. എന്നാണ് കാര്യമായിട്ട് പനിയന്. അല്ലാതെ ഒരു ദിവസം 4 പനിയെ മാറ്റുന്ന കാര്യമൊന്നും അന്നില്ല. പെരുന്നാളിന് എന്തേലും പനിയിട്ടെന്ന് വെച്ചാൽ അന്ന് പെരുന്നാളാണ്. അങ്ങനെ ഇറങ്ങിയവരുണ്ടാവും. പരിമിതമായ നിലയ്ക്ക് ജീവിച്ച ആൾക്കാർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് മതിയാക്കി. പക്ഷെ ആ ജീവിതത്തിന്റെ തൃപ്തി ഏറ്റവും അധികം കാണുന്നത് മഹ്ശറിലാണ് നിൽക്കുന്ന നൃത്തത്തിലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആടിന്റെ തോലണിഞ്ഞിട്ട് അതൊരു ഭാഗം ഇങ്ങനെ കാണുമെന്ന് കരുതിയിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ കിടന്നു വന്ന് വരുമ്പോ മുസ്അബ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഉറ്റിച്ചുകൊണ്ട് പറഞ്ഞു, ഉൻദുറൂ ഇലാ ഹാദാ, ആ സ്വഹാബിയിലേക്കൊന്ന് നോക്കൂ സഹോദരങ്ങളെ, ആ സ്വഹാബിയിലേക്കൊന്ന് നോക്കൂ. കൈഫ ഫഅല ബിഹിൽ ഈമാൻ, ഈമാന് വരുത്തിയ പരിവർത്തനം എങ്ങനെയുണ്ട് എന്ന് നോക്കൂ. ഉമൈറിന്റെ മോനാണത്. മക്കത്തെ കോടീശ്വരനാണ് ഉമൈർ. ആ ഉമൈറിന്റെ മോനാണ് കാണുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹു. വിശ്വസിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോ ഉടുത്ത തുണിയല്ലാതെ മറ്റൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. ഒറ്റ വാഹനം കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. നിനക്ക് ഞാൻ വാങ്ങി തന്ന രീതിയിലുള്ള ഒരു ചെരുപ്പും ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. എന്റെ ഒരു ദീനാറും ഒരു ദിർഹമും തൊടാൻ പാടില്ല എന്ന് പാടില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ വളരെ ക്ഷമിച്ച് സഹിച്ച് ഖബറടക്കുന്ന സമയം വരെ കഫം കൂട പൂർണ്ണമായി കിട്ടാത്ത മഹാനാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. ഒരു കഫം കൂട പൂർണ്ണമായി കിട്ടിയിട്ടില്ല. മഹാനവർകൾ ഉഹദിലാണ് ഷഹീദായത്. ഷഹീദായ ആളെ ഷഹീദായ വസ്ത്രത്തിൽ തന്നെ കഫൻ ചെയ്യണം. മൂടി നോക്കുമ്പോ തല മൂടിയപ്പോൾ കാല് വെളിവാകുന്നു, കാല് മൂടിയപ്പോൾ തല വെളിവാകുന്നു. രണ്ടിനും കൂടി തികയാത്തൊരു തുണിയാണ്. അവസാനം തലഭാഗം മൂടിയിട്ട് കാലിന്റെ ഭാഗത്ത് പുല്ല് വെച്ചാണ് സഹോദരങ്ങളെ മറവ് ചെയ്തത്. അവരൊക്കെ പരലോകത്തേക്ക് വരുമ്പോ അവരെ മുഖത്തൊക്കെ കാണുന്നൊരു പ്രസരിപ്പും ഒരു സന്തോഷവും കഷ്ടപ്പെട്ട് ജീവിച്ചത് മുതലായി പോയി. ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്തത്, അള്ളാഹുവിന് വേണ്ടി ദുനിയാവിനെ ബഹിഷ്കരിച്ചത്, ദുനിയാവ് മുന്നിലേക്ക് കോടിക്കണക്കിന് വന്നിട്ടും ഈമാൻ വിട്ടൊടിയാതെ ജീവിച്ചത് നമ്മുടെ പാവപ്പെട്ട കൂട്ടുകാര് ഗസയുടെ മണ്ണിൽ പടഞ്ഞു മരിക്കുമ്പോ നിങ്ങളൊക്കെ കണ്ട ഒരു ചിത്രമില്ലേ? എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു ചിത്രം. 7 വയസ്സുകാരന്റെ നെഞ്ചിലേക്ക് ബോംബ് വന്ന് വർഷിച്ച് തലയിലേക്ക് പരിക്ക് പറ്റിയിട്ട് തലയോട്ടി പൊട്ടിയിട്ട് രക്തം ഒലിക്കുമ്പോ സ്വന്തം ചേട്ടൻ 11 വയസ്സുകാരൻ 7 വയസ്സുകാരനെ മടിയിലേക്ക് ഇങ്ങനെ ചെരിച്ചു വെച്ചുകൊണ്ട് പറയുന്ന വർത്തമാനം, സ്വന്തം അനുജനോട് മോനെ ദുനിയാവിൽ നിന്ന് വേർപിരിയുകയാണ്, ജനിച്ച മണ്ണിൽ തന്നെ ഷഹീദായി നീ മരിക്കുകയാണ്, തോറ്റുകൊടുക്കരുത്. 7 വയസ്സുകാരനെ കാതോരം ചൊല്ലിക്കൊടുക്കുന്നത് ഉറക്ക ചൊല്ലുമോനെ,
ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്ന ചെറുപ്പക്കാരന്റെ ആത്മവീര്യം എത്രയാണ്. ചൊല്ലുന്ന ആ പിഞ്ചു സഹോദരന്റെ പ്രായപൂർത്തി എത്താത്ത വകതിരിവിന്റെ പ്രായമെത്തിയ ചെറിയ കൂട്ടുകാരന്റെ നാവിലൂടെ വന്ന ഷഹാദത്ത് കലിമ, അല്ലാഹു അതിന് ആഖിറത്തിൽ കൊടുക്കുന്ന സ്ഥാനം എത്ര വലുതാണ്. പറന്ന മണ്ണിൽ ഷഹീദാകേണ്ടി വന്നെങ്കിലും ദീന് വിട്ടില്ലല്ലോ, ഇസ്ലാം കൈയൊഴിച്ചില്ലല്ലോ. 1.5 വർഷത്തിലധികം നരനയാട്ട് നടന്നിട്ട് ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ വായിച്ചോ? ഗതികേട് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയ ഒരു ചരിത്രം, ഏതെങ്കിലും ഒരാളെ കഥ, സുഖജീവിതം ആലോചിച്ച് അപ്പുറത്തേക്ക് പോയ ഏതെങ്കിലും ഒരാളിന്റെ, ഒരു പെണ്ണിന്റെ കഥ വായിച്ചോ സഹോദരങ്ങളെ? ഇല്ല. കുടുംബത്തിലുള്ളവർ മുഴുവനും പോയവരുണ്ട്, വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവരുണ്ട്, കുടിലുകൾ മുഴുവനും പൊളിച്ചു മാറ്റപ്പെട്ടവരുണ്ട്, കച്ചവട സ്ഥാപനങ്ങൾ മുഴുവനും തകർക്കപ്പെട്ടവരുണ്ട്. പക്ഷേ ഒന്നുണ്ടല്ലോ, എന്താണത്? അല്ലാഹുവിലുള്ള ഈമാൻ. പിറന്ന മണ്ണിലേക്ക് തിരിച്ചു വന്നപ്പോ അവര് ചൊല്ലിയ ശബ്ദം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഏറ്റു ചൊല്ലിയത്. നിങ്ങളൊക്കെ കേട്ടില്ലേ ആ ശബ്ദം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് ഏറ്റു ചൊല്ലിയത്. അല്ലാഹു അക്ബർ എന്നാണ് ഏറ്റു ചൊല്ലിയത്. സുബ്ഹാനല്ലാഹ് എന്നാണ് ഏറ്റു ചൊല്ലിയത്. അൽഹംദുലില്ലാഹ് എന്നാണ് ഏറ്റു ചൊല്ലിയത്. എന്താ അത് അറിയിക്കുന്നത്? അവരിലുള്ള ഇസ്ലാമിന്റെ ആർജവമാണ് അറിയിക്കുന്നത്. ഏതെങ്കിലും ഒരാളൊന്ന് അപ്പുറത്തേക്ക് സുഖം ആലോചിച്ചു പോയൊരു ചരിത്രം എനിക്ക് ജീവിതം ആഗ്രഹമുണ്ട് ഇല്ല. വിശ്വാസമാണ് സഹോദരങ്ങളെ. അത് ഈ വിശ്വാസത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ട് ദുനിയാവിന്റെ ഒരു സുഖവും കിട്ടാതെ പടഞ്ഞു മരിച്ചു പോയവരടക്കം ഇസ്ലാമിലായിട്ട് നിലനിന്നവരൊക്കെ അവരുടെ അധ്വാനത്തിന്റെ തൃപ്തിയിൽ ആഖിറത്തിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കും. ചെയ്തതേതായാലും മുതലായി പോയി, ജീവിച്ചതേതായാലും ലാഭമായി പോയി, സന്തോഷായി പോയി. അവരെങ്ങനെ ആഗ്രഹിക്കും ദുനിയാവിൽ നിന്ന് നമ്മൾ അധ്വാനിച്ചത്, ആ അധ്വാനത്തെ പറ്റിയിട്ട് അവരിങ്ങനെ ആലോചിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചത് രാവും പകലും നമുക്ക് വിജയമായി പോയി, നമുക്ക് സന്തോഷമായി പോയി, നമുക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ആ നഷ്ടം ഉണ്ടാകാത്ത രൂപത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചത്. നമ്മൾ ഒരുപാട് അമൽ ചെയ്തിട്ടുണ്ട്, ഒക്കെ ഇവിടെ അനുഭവിക്കാൻ പറ്റും. അല്ലാഹു തആല അതിനു വേണ്ടിയാണ് നമ്മളെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് നല്ല നിലക്ക് തിളങ്ങുന്ന മുഖത്തോടെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ പരസ്പരം സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കും. നമ്മൾ അള്ളാഹു ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയത് വെറുതെ ഒന്നുമല്ല. നമ്മൾ ദുനിയാവിൽ ചെയ്ത സുഹൃതങ്ങളൊക്കെ അള്ളാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ ഇപ്പുറത്ത്, നമ്മളെ നാട്ടിൽ തന്നെ ജീവിച്ച കോടീശ്വരൻ അപ്പുറത്ത് ചുളിഞ്ഞ മുഖമായിട്ട്. കാരണം ഓൻ ഈമാനിലല്ല ജീവിച്ചത്, അവൻ ചെയ്യാത്ത ഒരു അക്രമങ്ങളും അരുതായ്മകളും ഇല്ല. അവൻ നിൽക്കുന്ന കണ്ടില്ലേ? അവന്റെ സ്റ്റേജും നമ്മുടെ സ്റ്റേജും രണ്ടാ. ബോധ്യപ്പെടും സഹോദരങ്ങളെ, ശരിക്ക് ബോധ്യപ്പെടും. ദുനിയാവിൽ അധ്വാനിച്ചതിന്റെ സവാബ് ആഖിറത്തിൽ കാണുന്നൊരു നേരമുണ്ട്. പ്രകാശിക്കുന്ന മുഖങ്ങൾ കിട്ടുന്ന സമയത്ത് തന്നെ അത് ബോധ്യപ്പെടും. മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു പ്രത്യേക ഒരു പ്രകാശം നൽകും ഖിയാമത്ത് നാളിൽ. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. വുജൂഹു യൗമഇദിൻ നാഇമ ലിസഅയിഹാ റാദിയ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് കർമ്മരംഗത്തുള്ള അധ്വാനം ഒന്നും ചുരുക്കണ്ട. ഒറ്റ ഹദീസ് ഞാൻ ആ വിഷയത്തിൽ അവിടെ വായിക്കുകയാണ്. ഒരു അറാബി വന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലിംനി അമലൻ യുദ്ഖിലുനിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റിയ ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ചോദ്യമാണ് നിങ്ങൾ എന്റെ മുന്നിൽ ഒഴിവാക്കിയത്. അതെ, ഞാൻ ഒറ്റ അമലാണോ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. കഴിയുമോ നിങ്ങൾക്ക്? ഒരടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ?
എങ്കിൽ നിങ്ങൾ അങ്ങനെ മോചിപ്പിച്ചോളൂ. ആറാബി പറഞ്ഞു, അടിമയെ മോചിപ്പിക്കാനൊക്കെ വലിയ സമ്പത്ത് വേണം. ചെറിയ സമ്പത്ത് കൊണ്ടൊന്നും അടിമമോചനം കഴിയൂല. വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, വേറെ ആരെങ്കിലും അതിന് തുനിയുമ്പോ അവരെ സഹായിക്കാൻ പറ്റുമോ? നല്ലതാണ്. അക്രമിയായ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യൻ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിക്കുമ്പോ അവൻ അതിനു വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്നത്, അവന്റെ അക്രമം മടങ്ങിയിട്ട്, അക്രമം നിർത്തിയിട്ട് നല്ല നിലക്ക് മടങ്ങി വരുമ്പോ അവനെ സഹായിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുന്നത്. അതിന് കഴിയില്ലെങ്കിൽ വിശന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക. ചില വീടുകളുടെ മുന്നിലൊക്കെ കാണാം പൊതു ആളുകൾക്ക്, യാത്രക്കാർക്ക് കുടിക്കാൻ വേണ്ടിയും മറ്റും വെച്ചിരിക്കുന്ന വെള്ളപ്പൈപ്പ് കാണാം. വെള്ളം എടുത്തു കൊണ്ടുപോകാനും കുടിക്കാനും വെച്ച പൈപ്പ്. ഏതെങ്കിലും ദാഹിച്ച് വലഞ്ഞ് മൂർച്ചയിലെത്തിയ ഒരാൾക്ക് ഒരാശ്വാസമായിട്ട് അതിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ട് അയാൾ കുടിച്ചിട്ട് ഒരു അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന്റെ ഡിഗ്രി കണക്കൂട്ടാൻ കഴിയില്ല. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒരു സൗകര്യം കിട്ടിയല്ലോ എന്നുള്ള നിലയ്ക്ക് ആ മനുഷ്യന്റെ മനസ്സിൽ വരുന്ന ആ വല്ലാത്ത തൃപ്തി കൊണ്ട് അൽഹംദുലില്ലാ, ഒരു ജീവൻ തിരിച്ചിട്ട രൂപത്തിലാണ് ആ ഹംദ് വരുന്നത്. അതിൽ ഈ വെള്ളം ഒരുക്കി കൊടുത്ത മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം ഇത്ര വലുതാണ്. ദാഹിക്കുന്നവർ കുടിക്കാൻ കൊടുക്കാം. ജനങ്ങളോട് ധർമ്മം ഉപദേശിക്കുക, തിന്മയിൽ നിന്ന് മറ്റുള്ളവരെ നീ തടഞ്ഞു നിർത്തുക. നിനക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരാൾ തിന്മയിലേക്ക് എങ്ങനെയോ പോകുന്നത് കണ്ടാൽ ഏതെങ്കിലും രൂപത്തിൽ അവൻ അതിൽ നിന്ന് പിടിച്ച് നീ രക്ഷപ്പെടുത്തിയേക്കണം. അതിനൊന്നും കഴിയില്ലേ? വിധങ്ങൾ അവസാനം പറഞ്ഞൊരു വാക്കുന്നുണ്ട്, അതിനൊന്നും കഴിയില്ലേ? ഒരൊറ്റ ധർമ്മത്തിലും നിനക്ക് കഴിയൂലേ? നിന്റെ നാവ് കൊണ്ട് നല്ലത് മാത്രം പറയണം. അതിന് കഴിയണം. ഒരാൾക്ക് ഒരു ചെലവ് നിന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല, ഒരാളെ സഹായിക്കാൻ കഴിയില്ല, സമ്പത്ത് കൊടുത്ത് സഹായിക്കാൻ കഴിയില്ല, വേറൊന്നിനും കഴിയില്ലെങ്കിൽ നിന്റെ നാവ് കൊണ്ട് നല്ലത് മാത്രം പറഞ്ഞിട്ട് ആ നാവിനെങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ അതിന് കഴിയുക. ലാസ്റ്റ് അതെങ്കിലും ചെയ്യണം. ലാസ്റ്റ് ഘട്ടത്തിൽ സൂചിപ്പിച്ചതാണ്, അതെങ്കിലും ചെയ്യണം. നന്മയുടെ മുഖങ്ങൾക്കാണ് അവിടെ തൃപ്തി കാണുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാത്തൊരു തൃപ്തിയായിരിക്കും അവർ മുഖത്ത് കാണുന്ന തൃപ്തി. ദുനിയാവിന്റെ വില വിട്ടിട്ട് ആഖിറം തിരഞ്ഞെടുക്കണം. ആഖിറത്തെ മറക്കരുത്. ദുനിയാവിലെ ജീവിതത്തിൽ ദുനിയാവിന്റെ ഒരു സുഖത്തിലും പരലോകം മറക്കരുത്. ദുനിയാവിൽ ഇഷ്ടം പോലെ സുഖം കിട്ടിയിട്ട് അത് വലിച്ചെറിഞ്ഞിട്ട് പരലോകം സ്വീകരിച്ച എത്രയോ ആളുകളെ കാണാം. അവരൊക്കെ കാര്യമായിട്ട് കണക്ക് കൂട്ടിയത് ദുനിയാവല്ല, പരലോകമാണ്. പക്ഷെ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, നമ്മളെ കൂട്ടത്തിൽ ചില്ലറ ആളുകൾക്ക് അതിൽ തൗഫീഖ് കിട്ടുള്ളൂ. ഇതിന്റെ നേരെ മുമ്പൊരു സൂറത്തുണ്ട്, സബ്ബിഹിസ്മാന സൂറത്ത്. അതിന്റെ അവസാനം ലോകത്തുള്ള മൊത്തം ആൾക്കാരോട് അല്ലാഹു തആല നടത്തിയ ഉപദേശമുണ്ട്. എന്താണ് ആ ഉപദേശത്തിൽ അവസാനം പറയുന്നത്? വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. അങ്ങനൊക്കെ പറഞ്ഞാലും ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, ഇങ്ങനൊക്കെ വേണം പറഞ്ഞാലും നിങ്ങൾ പ്രാമുഖ്യം കൽപ്പിക്കുന്നത് ഭൗതിക ലോകത്തും ഭൗതിക ജീവിതത്തിലുമാണ്. പക്ഷേ അതല്ല ഖൈർ, വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. പരലോകമാണ് എന്നും നിലനിൽക്കുന്നതും. അതാണ് ഏറ്റവും ഉത്തമവും, അതാണ് ഏറ്റവും സുഖകരവും. ഞാവരുടെ സുഖത്തിനൊക്കെ ഒരു കയ്യും കണക്കൂലേ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. ചിലപ്പോൾ ചില പ്രായം വരെ ഒരു സുഖം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞാൽ പിന്നെ സുഖങ്ങളില്ലല്ലോ. ചിലപ്പോൾ ഒരു ടൈം വരെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞില്ല. ചില ആളുകൾ തന്നെ പറയുന്നത് സുഖം കിട്ടിയാൽ, പഴയ കാലത്ത് കിട്ടിയാൽ ആ ഉറക്കപ്പ് കിട്ടിക്കാണെങ്കിൽ എന്തൊരു സുഖമായിരുന്നു. അതിനർത്ഥം എന്താ? അന്ന് കിട്ടിയ ആ സുഖം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സുഖം പോയി എന്നല്ലേ. മുമ്പൊക്കെ ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞൊന്ന് കിടന്ന ഉറക്കം കിട്ടി. ഇപ്പൊ ഉറക്കം കിട്ടാൻ വേണ്ടി ഒരു മണിക്കൂർ ദ്വാരുന്നാലും ഉറക്കം കിട്ടുന്നില്ല, ഒരു ഗുളിക കുടിച്ചാലും ഉറക്കം കിട്ടുന്നില്ല. വല്ലാത്തൊരു ഇടങ്ങേറ് തന്നെയാണ്. അപ്പൊ അന്നത്തെ ആ സുഖം ലിമിറ്റ് ഇപ്പൊ കിട്ടുന്നില്ല.
40 വരെയുള്ള സുഖമുണ്ടോ ശേഷം? ഇല്ല. 50 വരെയുള്ള സുഖമുണ്ടോ അതിന്റെ ശേഷം? 60 വരെയുള്ള സുഖമുണ്ടോ അതിന്റെ ശേഷം? ഇല്ല സഹോദരങ്ങളെ, മാറ്റമാണ്. എന്നെന്നും സുഖമുള്ള ഒരു ലോകത്തിന് വേണ്ടി ദുനിയാവിന്റെ വലിയ സുഖങ്ങളെ ഒഴിവാക്കിയിട്ട് പരലോകം തെരഞ്ഞെടുത്തവരുണ്ട്. അവരാണ് ഭാഗ്യവാന്മാർ, അവരാണ് വിജയികൾ. ദുനിയാവ് വിട്ടിട്ട് ആഖിറം സെലക്ട് ചെയ്തു. ആഖിറത്തിന് വേണ്ടിയുള്ള സമ്പാദ്യം കൂടുതലാക്കി. ലോകത്ത് ഭരണം നടത്തിയ ഭരണകർത്താക്കളിൽ അറിയപ്പെട്ട ഒരു രാജാവാണ് ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദ് നല്ല രാജാവാണ്. ഒരുപാട് സൽപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ രാജാവാണ്. ആ രാജാവിന് ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ ഇങ്ങനെ 12 വയസ്സ് 13 വയസ്സൊക്കെ ഇങ്ങനെ കൂടി വന്നപ്പോ ഉമ്മയുടെ അടുത്ത് പോയിട്ട് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിക്കും. പിന്നെ ആ മകൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട്, ബസറയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പണ്ഡിതന്മാരെ സമീപത്ത് പോയിരുന്നിട്ട് ഇൽമു പഠിക്കും. ഇൽമു പഠിച്ചപ്പോ ഈ കുട്ടിയുടെ മനസ്സിലേക്ക് ബാപ്പയുടെ അധികാരം ഇനി കുറച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിലേക്കാണ് വരാനുള്ളത്. പക്ഷേ ഞാൻ ആ അധികാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ പരലോകം മറക്കുമോ എന്നൊരു പേടി വന്നു. അതൊരു വല്ലാത്ത വരവാണ്. അങ്ങനെ വരണമെങ്കിൽ തൗഫീഖ് വേണം. ബാപ്പ ഹാറൂൺ റഷീദ് ഇപ്പൊ കയ്യിൽ വെച്ചിരിക്കുന്ന ഭരണം ബാപ്പാന്റെ അടുത്ത സ്റ്റേജിലേക്ക് വരാനിരിക്കുന്ന ആള് ഞാനാണ്. ബാപ്പാന്റെ കാലശേഷം ആ താക്കോലതൊക്കെ എന്റെ കയ്യിലാ വരുന്നത്. പക്ഷെ കുട്ടിന്റെ മനസ്സിൽ പേടി തോന്നിയല്ല, അത് എന്റെ കയ്യിൽ വന്നാൽ എന്റെ ആഖിറം പോകുമോ എന്നൊരു പേടി. അതെങ്ങനെ വന്നു? ഉലമാഇന്റെ അടുത്ത് സുബൈക്കും മറ്റും പോയിട്ട് ഇൽമു പഠിച്ചപ്പോ കുറെ ദുനിയാവിന്റെ സുഹൃദിന്റെ പാഠം പഠിച്ചപ്പോ മനസ്സിലേക്ക് വന്നൊരു പേടിയാണ്. അങ്ങനെ കുട്ടി ഉമ്മാനോട് പറയും, ഉമ്മ ഞാൻ ഈ നാട് വിട്ട് വേറൊരു നാട്ടിലേക്ക് പോവാണ്. എന്തിനാ മോനെ? ജോലിക്ക്, പിന്നെ നല്ലവർക്ക് ജീവിക്കാനും. ലക്ഷ്യം അത് മാത്രല്ല, പ്രധാനമായിട്ടും കുട്ടിന്റെ ലക്ഷ്യം അഥവാ ഉപ്പെങ്ങാനും ഭരണരംഗത്ത് എന്റെ പേര് എഴുതി ചേർക്കുമോ എന്നുള്ള പേടിയോടാണ് പോകുന്നത്. ഇപ്പൊ ആൾക്കാരെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കല്ലേ. നിങ്ങൾ നോക്ക്, നമ്മളെ മക്കത്തുള്ള ഒരു ധനം ഇപ്പോഴും നമ്മളെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കാതെ ഇപ്പോഴും സൗദി ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപ അവിടെ ബന്ധവസ്ഥാക്കി വെച്ചിട്ടുണ്ട്. നമുക്കുണ്ടായില്ല കേട്ടോ. ഒരു ടീമിനുള്ള തലശ്ശേരിക്കാരാണ്. അറിയാമോ? തലശ്ശേരി പഴയ KE കുടുംബം എന്നുള്ള കുടുംബം ഉണ്ടായിരുന്നു പഴയ കാലത്ത്. തലശ്ശേരി അറിയപ്പെട്ടു. ഈ KE കുടുംബത്തിന് മുമ്പ് മക്കയില് ഇപ്പോ ഹറമ് വിശാലമാക്കിയ സ്ഥലത്ത് അവർക്ക് സ്വന്തം മേൽവിലാസത്തിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ ഹറമ് വിശാലമാക്കിയപ്പോ ആ സ്ഥലം കൂടി അതിലേക്ക് ഉൾപ്പെടുത്തി സൗദി ഗവൺമെന്റ്. പക്ഷെ സൗദി ഗവൺമെന്റ് അവിടെ എഴുതി വെച്ചു, ഈ സ്ഥലത്തിനുള്ള കാശ് എപ്പോ ഇവര് വന്ന് ആവശ്യപ്പെടുന്നോ കൊടുക്കുന്നുള്ളത് അവിടെ എഴുതി വെച്ചു. അങ്ങനെ ഒരു മൂത്ത തലവരുണ്ടായിരുന്നു. KEമാരുടെ റിബാത്ത് എന്ന് പറഞ്ഞിട്ട് പഴയ കാലത്ത് അവിടെ അറിയപ്പെട്ട മേഖല ഉണ്ടായിരുന്നു സൗദിയിൽ. KEമാരുടെ തലവൻ മരണപ്പെട്ടു പോയപ്പോ അവകാശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കായി. ഇപ്പൊ എത്ര കിട്ടാണ്ടാവും എന്ന് ചോദിച്ചാൽ ഏകദേശം 2500 കോടി റിയാലെങ്ങാനും വരണ്ടാവും. 2500 കൊടുത്ത കോടിയല്ല, 2500 കോടി റിയാല്. അത് വേറെ കൂട്ടണം. അത് ഇന്നത്തെ കണക്കിന് ഇങ്ങോട്ട് അയച്ചു കൊടുക്കാനുള്ളതാണ്. പക്ഷെ ആർക്കും കിട്ടാതെ ഇപ്പോഴും അത് അവിടെ കെട്ടിക്കിടക്കാണ്. എന്തേ കാരണം? അവകാശികൾ തമ്മിൽ തർക്കായി. ഞങ്ങൾക്കാണ് കിട്ടേണ്ടത്, ഞങ്ങൾക്ക് കിട്ടേണ്ടത്. 2-3 ഭാഗത്തുനിന്ന് തർക്കം പോയപ്പോ സൗദി ഗവൺമെന്റ് തീരുമാനിച്ചു ഇതിലൊരു തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റൂല. ഈ തർക്കം തീരൂല. ഞാൻ അങ്ങനെ തീരും, അങ്ങനെ ഒരു ഭാഗത്ത് തീരും. അങ്ങനെ എത്ര കിടക്കുന്നുണ്ടല്ലേ ഭൂമിയിൽ തർക്കം തീരാതെ കിടക്കുന്ന? അങ്ങനെ ഒരുപാടുണ്ട്. കുറച്ചൊന്നുമല്ല, ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ തന്നെ ഉണ്ട്, സ്വത്തന്നെ. പിന്നെ അവന്റെ സ്വഭാവം. പക്ഷെ ഈ കുട്ടി ഇങ്ങനെ ചിന്തിച്ച ഒരു ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഈ ചെറുപ്പക്കാരൻ 10-12 വയസ്സാകുമ്പോ ഉലമാഇന്റെ അടുത്ത് പോയി ഇൽമു പഠിച്ച ആ കുട്ടിന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത എങ്ങനെയാണ്? ബാപ്പാന്റെ സ്ഥാനത്തെങ്ങാനും നിന്നെ എഴുതി വെക്കുമോ എന്നുള്ളൊരു പേടി. മനോട് ചുമ്മാ ഞാനൊന്ന് പുറത്തു പോട്ടെ. എവിടുക്ക മോനെ പോണത്? എവിടക്കുമില്ല, വിളിച്ചാലൊക്കെ വരാനൊക്കെ പറ്റുന്ന സ്ഥലത്ത് പുറത്തു പോയിട്ട്
ബസറയുടെ ഏതെങ്കിലും ഭാഗത്തിൽ പോയിട്ട് ജോലി എടുത്ത് ഞാൻ അങ്ങനെ ജീവിച്ചോളാം, ഞാൻ ബുദ്ധിമുട്ടാക്കുന്നില്ല. ഇപ്പൊ ഉമ്മ അങ്ങനെ സമ്മതം മൂടി കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നുള്ളവർക്ക് ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോ ഒരു ശനിയാഴ്ച ദിവസം ഈ കൊട്ടാരത്തിൽ ഭരണാധികാരികളുടെ ഒരു സഭ നടക്കുകയാണ്. പല ഭാഗത്തുനിന്നും വന്ന ഭരണാധികാരി കൂടിയിട്ട് രാജാവിന്റെ മുന്നിൽ വെച്ച്, രാജാവാണ് ചേംബറിൽ ഇരിക്കുന്നത്, ഹാറൂൺ റഷീദ്. അപ്പൊ ഈ കുട്ടി ആ പരിസരത്തോടൊന്നും ഇങ്ങനെ പോയപ്പോ ഇരിക്കുന്ന ഈ സഭയിൽ ഇരിക്കുന്ന വലിയ വലിയ നേതാക്കളൊക്കെ ചോദിച്ചു, ഇതേതാ കുട്ടി എന്ന് വെച്ചു. ആ കുട്ടിയൊരു ഒരു മുഷിഞ്ഞ വസ്ത്രം ഇട്ടുണ്ട്, കാര്യപ്പെട്ട രാജാവിന്റെ മാനക്കാവ് അത്യാവശ്യം കാര്യപ്പെട്ട വസ്ത്രം ഇട്ടു. സാധാരണ അല്ലേ, തെറ്റൊന്നുമല്ലല്ലോ. രാജാവിന്റെ മക്കൾ ഒരു ഹൈപ്പവർ വസ്ത്രം ഇടൂലേ, സാധാരണയാണ്, തെറ്റൊന്നുമില്ല. നല്ല പവറുള്ള വാഹനത്തിൽ നടക്കും, അതിന് സ്വാഭാവിക രൂപമാണ്, സാധാരണ അങ്ങനെ നാട്ടിലുണ്ടാകില്ല. പക്ഷെ ഈ കുട്ടി ഒരു മുഷിഞ്ഞ വസ്ത്രം ഇട്ട് അങ്ങനെ ഒരു സാധാ വസ്ത്രം ഇട്ട് പോയപ്പോ രാജാവിന്റെ മോൻ ഇതോ ഹാറൂൺ റഷീദിന് ഇങ്ങനത്തെ മോനെ. എല്ലാവരും രാജാവിനോട് പരാതി പറഞ്ഞു, നിങ്ങളെ മോന് എന്താ ഇങ്ങനത്തെ വസ്ത്രം ഇട്ടത്? ഒരു പാവപ്പെട്ട ഒരു ഫക്കീറിന്റെ തുണിക്കുപ്പായിട്ടാണോ പോണത്? നിങ്ങളെ കുട്ടിക്ക് നിങ്ങൾ നല്ല വസ്ത്രം ഒന്നും വാങ്ങിക്കൊടുത്തില്ലേ എന്ന് രാജാവിനോട് എല്ലാവരും വർത്തമാനം പറഞ്ഞപ്പോ രാജാവിന് അതൊരു വിഷമം പോലെ. അപ്പൊ രാജാവ് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ ഈ വസ്ത്രം കൊണ്ട് ഈ രാജാക്കന്മാർക്കിടയിൽ നേതാക്കൾക്കിടയിൽ നീ എന്നെ വഷളാക്കിയല്ലോ മോനെ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി പറഞ്ഞു, വാപ്പ ഞാൻ വഷളാക്കിയിട്ടൊന്നുമല്ല, ഞാൻ എന്റെ സാധാരണ തുണിയും കുപ്പായിട്ട് നടന്നതേ ഉള്ളൂ, ഇതിലൂടെ ഞാൻ ഒന്നാണ്ട് പോയിന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഞാൻ സാധാരണ നടന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും അല്ല, സത്യത്തിൽ ഇപ്പൊ നിങ്ങൾ ആ വസ്ത്രം കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ മെച്ചം നിങ്ങൾക്ക് തോന്നും അല്ലേ? അതൊന്നും അല്ല കാര്യം. പുറത്ത് മതിലിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു പക്ഷിയെ നോക്കിയിട്ട് ആ കുട്ടി ആ പക്ഷിയെ വിളിച്ചു, രാജാവിന്റെ മുന്നിൽ വെച്ച് ഈ 10-12 വയസ്സുള്ള കുട്ടി വിളിച്ചു, അയ്യോ ഓ പക്ഷി, നിന്നെ പടച്ച റബ്ബിന്റെ സമ്മതപ്രകാരം ഞാൻ നിന്നെ വിളിക്കുന്നു, ഒന്ന് പാറി വന്നിട്ട് എന്റെ കയ്യിലിരിക്കാമോ? പക്ഷിയതാ അവിടുന്ന് അങ്ങനെ പറന്നു വന്ന് കുട്ടിയുടെ കയ്യിൽ വന്നിരിക്കുന്നു. തിരിച്ച് അതേ സ്ഥലത്ത് പോയി ഇരിക്കാൻ പറഞ്ഞപ്പോ പക്ഷി പോയിരുന്നു. രണ്ടാമത് കുട്ടി വിളിക്കുന്നു, രാജ്യം ഭരിക്കുന്ന അമീറായ എന്റെ വാപ്പാന്റെ കയ്യിൽ വന്നിരിക്കുമോ? പക്ഷി അനങ്ങിയില്ല, പക്ഷി പറന്നു വന്നില്ല, ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. കുട്ടി പറഞ്ഞു, അന്ത ഫളഹ്തനി ബൈനൽ ഔലിയാഇ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർക്കിടയിൽ ബാപ്പാ നിങ്ങൾ എന്നെ വശളാക്കി. ബിഹുബ്ബിക ലിദ്ദുനിയാ, നിങ്ങൾക്ക് ദുനിയാവിനോട് അത്രയും വലിയ പ്രേമം നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടി, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടുപോകാണ്, നിങ്ങൾ എനിക്ക് സമ്മതം തരണം. ഞാൻ മറ്റൊരു നാട്ടിൽ പോയി ബസ്രയിൽ പോയി താമസിച്ചു കൊള്ളാം. ബാപ്പ സമ്മതം കൊടുത്തു, മോനെ നീ പൊയ്ക്കോന്ന് പറഞ്ഞു. 2 വസ്തുക്കൾ നിങ്ങൾ എനിക്ക് തരണം. ഒന്ന്, ഒരു മോതിരം നിങ്ങൾ എനിക്ക് തരണം, ഒരടയാളത്തിനാണ്. നിങ്ങൾ ധരിക്കുന്ന ചെറിയൊരു മോതിരം തരണം, അത് വാപ്പ കൊടുത്തു. രണ്ടാമത്തെ ഒന്ന് എനിക്ക് വേണം. ഉപ്പാ, എന്താ മോനെ വേണ്ടത്? മുസ്ഹഫ് വേണം. എന്തിനാ മുസ്ഹഫ്? നേരം പോക്കിനാണ്, ഒഴിവ് കിട്ടുന്ന നേരത്തൊക്കെ ഖുർആൻ ഓതാനാണ്. ബാപ്പാനോട് മോന് വാങ്ങിപ്പോകുന്നത് ദിർഹമും ദീനാറുമല്ല, അത് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഉണ്ടവിടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മുസ്ഹഫാ കൊണ്ടുപോകുന്നത്. മുസ്ഹഫും മോതിരവും വാങ്ങിയിട്ട് ഈ കുട്ടി ബസറ നഗരത്തിൽ പോയി. സുബ്ഹാനല്ലാഹ്, ശനിയാഴ്ച മാത്രം പണിക്ക് പോകും. എന്താ പണിയെന്നറിയുമോ? നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെടുക്കുന്ന പണിയാണ് പടവിന്റെ പണി. കല്ല് വെച്ച് പടുക്കുന്ന പണിയില്ലേ, കല്ല് വെച്ച് സിമന്റ് വെച്ച് അങ്ങനെ പടവിന്റെ പണി നടത്താറില്ലേ? അതെ, അന്ന് സിമന്റിന് പകരം കളിമണ്ണിലാണ് പടവ് നടക്കുന്നത്. പഴയ കാലത്തെ പേർക്കൊക്കെ അങ്ങനെ തന്നെ, കല്ലിന്റെ മേലെന്താ തേക്ക? കളിമണ്ണല്ല. നല്ല ഉറപ്പുണ്ടായിരുന്നു, നല്ല ഉറപ്പുണ്ടായിരുന്നു. അതല്ലേ സിമന്റ് നടപ്പിച്ചു തുടങ്ങി. പഴയ കാലത്തൊക്കെ എങ്ങനെ ചൂള വെച്ച കല്ലുണ്ട് അല്ലെ, നല്ല ചൂള വെച്ച കട്ട. ചൂള വെച്ചാന്ന് അറിയില്ല, ഇത് മലപ്പുറം ജില്ലല്ലേ, അറിയാ. ചൂള വെച്ച നല്ല കട്ട, ആ കട്ട എടുത്തു. ആ കട്ടമങ്ങൾ വേറെ കരികല്ലോട് വെച്ചോക്കി ഒന്നും ആവല്ലേ. ആ ചൂള വെച്ച കട്ട വെച്ചിട്ട് പിന്നെ നല്ല കളിമണ്ണ് റെഡിയാക്കി വെച്ചിട്ട് അടുത്ത അങ്ങനെയാണ് പഴയ കാലത്ത്. ആ പണിയാണ് ഈ കുട്ടിന്റെ പണി, പടവിന്റെ പണി. ശനിയാഴ്ച മാത്രമേ പണിക്കൂ.
പക്ഷെ എത്ര പണിയെടുത്താലും ഒരു ദിർഹമേ വാങ്ങുള്ളൂ. കുട്ടിന്റെ സ്വഭാവമാണ്. ഒറ്റ ദിർഹം, രണ്ടാമത്തെ ദിർഹം കൊടുത്താൽ വാങ്ങൂല. മറ്റൊരു പണിക്കാരൻ കിട്ടിയത് സുഖിയതല്ലേ, രണ്ടാമത്തെ ദിർഹം വാങ്ങൂല, ഒരു ദിർഹം മാത്രമേ വാങ്ങുള്ളൂ. ആ ഒരു ദിർഹം കൊണ്ട് പിന്നെ 6 ദിവസത്തേക്കുള്ള വീട്ടിലേക്കുള്ള താമസിക്കുന്ന സ്ഥലത്തേക്കുള്ള പിന്നെ ഭക്ഷ്യവസ്തുക്കളൊക്കെ വാങ്ങി ബാക്കി 6 ദിവസവും നോമ്പാണ്. ശനിയാഴ്ച നോമ്പുണ്ടാവില്ല, വെള്ളിയാഴ്ച നോമ്പുണ്ടാവില്ല. വെള്ളിയാഴ്ച നമ്മളെ ദീനിൽ നോമ്പ് വിൽക്കാൻ പാടില്ലല്ലോ, കറാഹത്തല്ല, വിഭാഗത്തിന്റെ ദിവസമാണ്. ശനിയാഴ്ചയും നോമ്പ് വിൽക്കാൻ പറ്റും. ശനിയാഴ്ചയും വെള്ളിയാഴ്ച അങ്ങനെ പ്രത്യേക നോമ്പില്ല, ബാക്കി ദിവസങ്ങളൊക്കെ നോമ്പ് വിൽക്കും. അങ്ങനെ ബസറ നഗരത്തിൽ ഇങ്ങനെ താമസിക്കാം. ബസറ നഗരത്തിൽ അറിയപ്പെട്ട ഒരു വാഇളായ പണ്ഡിതനുണ്ട്, അബൂ ആമിറുൽ ബസരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ദിവസം അങ്ങാടിയിൽ വന്നു. അങ്ങാടിയിൽ വന്നിട്ട് ചോദിച്ചു, ഏതെങ്കിലും പണിക്കാരെ കിട്ടുമോ? അപ്പൊരാൾ ചോദിച്ചു, ഉസ്താദേ, ഇവിടെ പുതിയ പണിക്കാരൻ വന്നിട്ടുണ്ട്, എന്ത് പണിയാ വേണ്ടത് നിങ്ങൾക്ക്? എനിക്ക് കുറച്ച് പടവ്, ഒരു മതിൽ അവിടെ പടുക്കാനുണ്ട്, അതിന് പറ്റുന്നൊരു പണിക്കാരുണ്ട്, പക്ഷേ ശനിയാഴ്ചയെ വരൂ. അപ്പൊ അദ്ദേഹം ദിവസം ഇങ്ങനെ കണക്ക് കൂട്ടി. ശനിയാഴ്ചന്റെ മുമ്പ് 2 ദിവസം മുമ്പ് ഒരു ബുധനാഴ്ച വന്നു. ആ ചെറുപ്പക്കാരനെ ബുക്ക് ചെയ്തു. ചെറുപ്പക്കാരനോട് വരാനുള്ള ദിവസമൊക്കെ പറഞ്ഞു കൊടുത്തു. അന്ന് പോയപ്പോ എന്താ പണി ചോദിച്ചപ്പോ പറഞ്ഞു, ഇന്ന് ഇനി ചെയ്യാനുള്ള പണി അവിടെയുള്ള ആ കല്ല് മുഴുവനും, ആ കല്ലിന്റെ ഒരു ഭാഗം മുഴുവനും എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അടുത്ത ശനിയാഴ്ച ആകുമ്പോ നിനക്ക് അത് പടുക്കുന്ന പണി തരാം എന്ന് പറഞ്ഞു. അബൂ ആമിറുൽ ബസരി തങ്ങൾ പുറത്തു പോയി. തിരിച്ചു വന്നു നോക്കുമ്പോ കല്ല് കൊണ്ടുവന്നു വെച്ചു എന്ന് മാത്രല്ല, പടവും കഴിഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ ഇങ്ങനെ ചിന്തിച്ചു, പഠിച്ചോനേത് മനുഷ്യൻ തന്നെയാണോ? കാരണം ഒരാൾ ഒരു ദിവസം എടുക്കുന്ന പരമാവധി പണിയാണ് ആദ്യം പറഞ്ഞത്. അവിടുന്ന് കല്ല് ചുമന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ ഒരു ദിവസത്തെ പണി തീരും. ഇത് അതും എടുത്തു, പടവും കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി പണി ബാക്കിയില്ലല്ലോ. 10 ദിർഹം അദ്ദേഹം വെച്ച് നീട്ടി. സ്വീകരിച്ചില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒറ്റ ദിർഹം മതി എന്ന്. ഒരു ദിർഹം മാത്രം സ്വീകരിച്ച് അങ്ങനെ പോയി. സുബ്ഹാനല്ലാഹ്. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ ആ പണ്ഡിതന് തന്നെ മറ്റൊരു പണിക്ക് ചെറുപ്പക്കാരന് ആവശ്യം വന്നു. ആ ചെറുപ്പക്കാരൻ താമസിക്കുന്ന സ്ഥലം അന്വേഷിച്ചു പോയപ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ ഒന്ന് വരൂ, എന്റെ അടുത്തിരിക്കൂ, ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ പണി നിർത്തിയിട്ടുണ്ട്, ഞാൻ പരലോക യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. എന്റെ ശരീരം തൊട്ടു നോക്കൂ, നല്ല ചൂടുള്ള പനിയില്ലേ എനിക്ക്. മരണത്തിലേക്ക് ഏകദേശം ഞാൻ അടുത്തുപോയി. 16 വയസ്സ് പ്രായമാണ്. ചെറുപ്പക്കാരൻ പറയുന്നു, ഉസ്താദേ, യാ സ്വാഹിബീ ലാ തഗ്തരിർ ബിതനഉമീ ഫൽഉംറു യൻഫദു വന്നഈമു യസൂലു. കൂട്ടുകാരാ, ദുനിയാവിന്റെ സുഖം കണ്ട് വഞ്ചിതനായി പോകരുത്. ആയുസ് അങ്ങനെ തീർന്നു പോകും, ആവശ്യങ്ങൾ അങ്ങനെ അധികരിച്ചു പോകും. വഇദാ ഹുമിൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫഅലം ബിഅന്നക ബഅദഹാ മഹ്മൂലു. വഇദാ ഹമൽത ഇലൽ ഖുബൂർ, ഏതെങ്കിലും ഖബർസ്ഥാനിലേക്ക് ഒരു ജനാസ നിങ്ങൾ ചുമന്നു പോകുമ്പോ അന്ന് നിങ്ങൾ ചിന്തിക്കണം, ഇതുപോലെ എന്നെയും കൊണ്ടുപോകാറുണ്ട്, എന്നെയും ഒരു ദിവസം ചുമക്കപ്പെടാറുണ്ട്. ഞാൻ ആഗ്രഹിക്കാത്ത കട്ടിലിൽ കിടത്താറുണ്ട്, ഞാൻ ആഗ്രഹിക്കാത്ത മണ്ണറയിൽ എന്നെ കിടത്താറുണ്ട്. ഒരു ദിവസം എനിക്കും അത് വരാനുണ്ട് എന്ന് ആലോചിക്കണം. പിന്നീട് എന്നെ പറഞ്ഞു, ഞാൻ പണി നിർത്തിയിട്ടുണ്ട്, നിങ്ങൾ കുറച്ചു നേരം എന്റെ അടുത്തിരിക്കണം. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ കുളിപ്പിക്കണം, എന്നെ നിങ്ങൾ കഫൻ ചെയ്യണം, എന്നിട്ട് എന്റെ മേല് നിസ്കരിക്കണം. ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഞാൻ അധ്വാനിച്ചിട്ട് കിട്ടുന്ന കാശുകൊണ്ട് ബാക്കി എന്റെ സ്വന്തമായി വാങ്ങിയ ഭൂമിയാണ്, ആരുടെയും സ്ഥലമല്ല, ഞാൻ കിട്ടിയ കാശുകൊണ്ട് വാങ്ങിയ സ്ഥലമാണ്. ഇവിടെ എനിക്ക് വേണ്ടി ഖബർ വെട്ടിയിട്ട് എന്നെ നിങ്ങൾ കുഴിച്ചു മൂടണം. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ എന്റെ
വസ്ത്രങ്ങളാണ്. അതെ, ഈ വസ്ത്രങ്ങളിലാണ് എന്നെ മറവ് ചെയ്യേണ്ടത്. അബൂ ആമിറുൽ ബസ്രി ചോദിച്ചു, ഇത് നിങ്ങൾ സാധാരണ ഉടുക്കുന്ന വസ്ത്രമല്ലേ? കഫൻ ചെയ്യാൻ പുതിയ വസ്ത്രം വാങ്ങണ്ടേ? വേണ്ട, പുതിയത് ധരിക്കേണ്ടതാരാണ്? ദുനിയാവിൽ നല്ല നിലക്ക് ജീവിതത്തോടെ മുന്നോട്ട് പോകുന്നവരല്ലേ. മരിക്കുന്നവനെന്തിനാണ് പുതിയ വസ്ത്രം? എനിക്കത് വേണ്ട. വസ്ത്രങ്ങൾ തുരുമ്പിപ്പോയാലും ഖബറിൽ ഒരാളെ ബാക്കി നിൽക്കുന്നത് വസ്ത്രത്തിന്റെ പ്രൗഢിയല്ല. അത്തിയാബു തബ്ലാ വൽ അഅമാലു തബ്ഖാ. നല്ല നല്ല അമലുകളുണ്ടോ ഖബറിൽ സന്തോഷത്തോടെ നിലനിൽക്കാം. വസ്ത്രങ്ങളൊക്കെ ജീർണിച്ചു പോയാലും ആള് ശേഷിക്കും. വസ്ത്രങ്ങളുടെ പ്രൗഢി കണ്ടിട്ട് ഒരാളെയും ഖബറിൽ സ്വീകരിക്കാൻ ആരും വരാറില്ല. അതുകൊണ്ട് ഞാൻ ധരിച്ച വസ്ത്രത്തിൽ തന്നെ എന്നെ കഫൻ ചെയ്യണം. എന്നെ കഫൻ ചെയ്ത് കുളിപ്പിച്ച് നിസ്കരിച്ച് മറവ് ചെയ്ത ശേഷം നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഒരു മുസാഫ് എന്റെ കയ്യിൽ തന്നു, ഒരു മോതിരവും എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, എന്റെ വാപ്പാനെ കണ്ട് വാപ്പാനെ ഏൽപ്പിക്കണം. ആരാണ് കുട്ടി? നിങ്ങളെ വാപ്പാ. എന്ന പണ്ഡിതൻ ചോദിക്കുന്നു, നിങ്ങളെ ഉപ്പാരാണ്? എന്റെ ഉപ്പാനെ നിങ്ങൾ നല്ലോണം അറിയും. ഹാറൂൻ റഷീദിനെ അറിയില്ലയോ? അത് കേട്ടപ്പോ അന്തം വിട്ടുപോയി. പഠിച്ചോനെ, രാജാവിന്റെ മോനാണോ ഇത്? രാജ്യം ഭരിക്കുന്ന രാജാവിന് ഇങ്ങനത്തെ ഒരു മോനോ? മാനവർ ചിന്തിച്ചു പോയി, ഇതെന്ത് കഥ? അതേ, ഹാറൂൻ റഷീദിന്റെ മോനാണ് ഞാൻ. ഭരണചക്രത്തിലേക്ക് കയറേണ്ട ആളാണ്. പേടിച്ച് കൊട്ടാരം വിട്ടു പോന്നതാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതത്തോടെ തന്നെയാ പോന്നത്. ഉപ്പ എനിക്ക് കയ്യിൽ തന്നതാണ് ഈ മുസാഫും ഈ മോതിരവും. ഇത് ഉപ്പാന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഏൽപ്പിച്ചിട്ട് ഉപ്പാനോട് നിങ്ങൾ പറയണം, എന്റെ ഒരു ഉപദേശം, ലാ തദൂമന്ന ഫീ ഗഫ്ലതിക. അശ്രദ്ധയിലായിട്ട് എന്നും കഴിഞ്ഞുകൂടരുത്. മരണം വരാനുണ്ടെന്ന ചിന്തയും വേണം എന്നൊരു ഉപദേശം ഉപ്പാക്ക് കൊടുക്കണം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഹാറൂൻ റഷീദിന്റെ മകൻ നേർക്ക് നേരെ ഖിബ്ലയിലേക്ക് ചെരിഞ്ഞു കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഭംഗിയായ നിലക്ക് ചൊല്ലിയിട്ട് ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയി. അബൂ ആമിറുൽ ബസ്രി തങ്ങൾ പറയാണ്, എന്റെ കൈകൊണ്ട് ഞാൻ ആദ്യമായി കുളിപ്പിക്കുന്ന ഒരു ജനാസയാണത്. ഞാനത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു. ചെറുപ്പക്കാരന്റെ ജനാസ ഞാൻ നിസ്കരിച്ചു. പറഞ്ഞ മണ്ണിൽ തന്നെ ഖബർ വെട്ടിയിട്ട് ഞാൻ അവിടെ ഖബർ ഒരുക്കി. പിന്നെ ഞാൻ ഹാറൂൻ റഷീദിനെ കാണാൻ പോയപ്പോ ഹാറൂൻ റഷീദ് സൈന്യത്തോടൊപ്പം എങ്ങോട്ടോ യാത്ര തിരിക്കാൻ ഒരുങ്ങാണ്. വലിയ സൈന്യത്തോടൊപ്പമാണ് പോകുന്നത്. മുന്നിലും പിന്നിലും ഒരുപാട് അംഗരക്ഷകരുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് രാജാവിനെ സ്വകാര്യമായ ഒരു മിനിറ്റ് കിട്ടണം. പലരും പറഞ്ഞു, രാജാവ് യാത്രക്കൊരുങ്ങി, ഇപ്പൊ നിങ്ങൾ വിളിക്കരുത്. അല്ല, നിർബന്ധമാണ് എന്റെ ആവശ്യം. രാജാവിനെ വിളിച്ചു കൊണ്ടുപോയി ഒരൊറ്റ മിനിറ്റ് മകന്റെ അവസ്ഥയും മകൻ മരണപ്പെട്ടതും മകനെ കുളിപ്പിച്ചതും മയ്യത്ത് നിസ്കരിപ്പിച്ചതും ഒക്കെ അങ്ങോട്ട് വിശദീകരിച്ചപ്പോ രാജാവ് പറഞ്ഞു, ഇന്ന് ഞാൻ യാത്രക്കില്ല. പുറത്തുള്ള ആളുകളോട് പറഞ്ഞു, ഇന്ന് യാത്ര നിർത്തിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ ജോലിയിലേക്ക് പോകണം. ഇന്ന് എനിക്ക് വിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. അബൂ ആമിറുൽ ബസ്രി തങ്ങളെ ഉള്ളിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഉസ്താദേ, എന്റെ മകൻ നിങ്ങളെ നാട്ടിൽ എന്ത് പണിയാ എടുത്തത്? അബൂ ആമിറുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, കല്ലിന്റെ പടവിന്റെ പണിയാണ്. അങ്ങനെയാണോ എന്റെ മകൻ ജീവിച്ചത്? എന്റെ മകന് ദുനിയാവിൽ എന്നെക്കാളും വലിയ ബന്ധം ഉപ്പ പറയുന്നു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളെ മക്കളെ കൽബിനെ ബന്ധപ്പെടുത്തേണ്ടത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടാണ്. രാജാവ് പറയുന്നു, കുട്ടിക്കാലം മുതൽക്ക് തന്നെ
അവന്റെ ജീവിതം അങ്ങനെയാണ്. എന്നിട്ട് നിങ്ങളാണോ കുളിപ്പിച്ചത്? ഞാനാണ്. ആ കൈയൊന്ന് തരൂ. രാജാവ് അബൂ ആമിർ ബസ്രി തങ്ങളെ കൈ നെഞ്ചത്ത് വെക്കുന്നു, പിന്നെ കൈ ചുംബിക്കുന്നു, ഖബർ സിയാറത്തിന് പോകുന്നു. കുട്ടിയെ ആലോചിച്ചുകൊണ്ട് ഒരുപാട് കരയുന്നു. അബൂ ആമിർ ബസ്രി തങ്ങൾ പറയുന്നു, അന്ന് രാത്രി ഞാൻ ആ ചെറുപ്പക്കാരനെ സ്വപ്നത്തിൽ കണ്ടപ്പോ ചെറുപ്പക്കാരനെ കാണുന്നത് വലിയൊരു കൊട്ടാരത്തിലാണ്. കാണാൻ നല്ല ചുങ്കും ചുറുക്കുള്ള കൊട്ടാരമാണ്. ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെയുണ്ട്? ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, സിർതു ഇലാ റബ്ബിൻ റാദ്, എന്നെ തൃപ്തിപ്പെടുന്ന റബ്ബിലേക്കാണ് ഞാൻ മടങ്ങി വന്നത്. ഫഅതാനി മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്ത സുഖം അല്ലാഹു എനിക്ക് തന്നു. വലാ ഉദുനുൻ സമീഅത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സുഖം അല്ലാഹു എനിക്ക് തന്നു. വലാ ഖത്റ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ മനസ്സിലും പ്ലാൻ വരാത്ത രൂപത്തിൽ നല്ല അമ്പരചുംബിയായ പാർപ്പിടം എനിക്ക് താമസിക്കാൻ തന്നു. ആഖിറം തെരഞ്ഞെടുത്തപ്പോ ദുനിയാവിൽ നിന്ന് ആഖിറം വിട്ടുപോയപ്പോ കിട്ടിയ സുഖമാണ്. സഹോദരങ്ങളെ, പരലോകത്തിന് വേണ്ടി അമല് മുടക്കരുത്, നിസ്കാരം മുടക്കരുത്, നിർബന്ധമായ ഒരു കൃത്യവും നമ്മൾ വീഴ്ച വരുത്തരുത്. പരമാവധി സുന്നത്തുകൾ ജീവിതത്തിൽ പാലിക്കണം. ശഅബാനാ വരുന്നത്, റമളാനാ വരുന്നത്. കഴിഞ്ഞ വർഷം എത്ര ഖത്മാണോ തീർത്തത് അതിനേക്കാളും എണ്ണം കൂടുകയല്ലാതെ ചുരുങ്ങരുത്. ഞാനിപ്പോ കഴിഞ്ഞ വർഷം, മുമ്പത്തെ വർഷം 3 ഖത്മ തീർത്തൊരു ചെറുപ്പക്കാരനോട്, മോനെ ഇക്കൊല്ലം എത്ര ഖത്മായി എന്ന് വെച്ചപ്പോ, ഉസ്താദേ നാളത്തെ നോമ്പും കൂടി കിട്ടുകയാണെങ്കിൽ ഒന്നാക്കണമെന്നുണ്ട്. 29 എന്നാ പറയുന്നത്, നാളത്തെ നോമ്പ് 30 കൂടി, ഇന്ന് മാസം കാണാതെ 30 കൂടി കിട്ടുകയാണെങ്കിൽ ഒരു ഖത്മാക്കണമെന്നുണ്ട്. അപ്പൊ കഴിഞ്ഞല്ലോ എന്ന് വെച്ച് പറഞ്ഞു, കഴിഞ്ഞല്ലോ 3 തീർത്തിരുന്നു. ഇക്കൊല്ലം എന്താ തടസ്സം ഉണ്ടായത്? ഇക്കൊല്ലം ഒന്നല്ല തടസ്സം ഉണ്ടായത് ഇതാണ്. അപ്പൊ വലിയൊരു തടസ്സല്ലേ? തടസ്സമായിട്ടില്ല, അതിന്റെ കന അത്ര തന്നെ. അത് അതിന്റെ രൂപത്തിൽ കാണണം അതിനെ, അല്ലാതെ അതേറ്റ വിവാദത്തായി കൂടരുത്. അങ്ങനെ കാണാൻ കുറെ ആൾക്കാർ 2 മണി വരെ മാതി ഇരിക്കണാണ്. അതേ വിട്ടു വെച്ച് ഒന്നും കിട്ടിയിട്ടല്ല. 2 മണി വരെ മാതി. അതിനേക്കാ നല്ല മണ്ണ് മാതിയിട്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിലടിപ്പുള്ള കല്ലേലും കിട്ടും. 2 വരെ മാതി, അതൊരു മാത. ചിലർക്ക് മൂത്രപ്പുരയുന്നവരെ കാണുന്ന ചില ആൾക്കാർ വാലൈക്കും സലാം പറയും. മൂത്രപ്പുരയാണ്. ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്തേക്ക് ഞാൻ വണ്ടി നിർത്തിയിട്ട് മൂത്രയിക്കാൻ വേണ്ടി പള്ളിന്റെ ഒരു പഴയ പള്ളിന്റെ മൂത്രപ്പുര കുറച്ച് നടന്നു പോകണ്ടാവും. നടന്നു പോയിട്ട് ഞാൻ എത്തിയപ്പോ അപ്പൊ ഒരു ഒഴിഞ്ഞ അവിടെ ഉസ്താദ്മാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇത് കണ്ടു, വാതിലൊക്കെ ഉള്ള. അപ്പൊ വാതിലിന്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ നമുക്ക് ജുബൊക്കെ നയിച്ചു വെച്ച് നല്ല സ്വസ്ഥമായിട്ട് എന്തായാലും മൂത്ര വെച്ച് പോരാന്ന് എഴുതിയിട്ട് ഉള്ളിൽ കയറിയപ്പോ പിന്നെ ഞാൻ കയറണ്ടില്ലേനോ. കാരണം അപ്പുറത്തിരിക്കുന്ന ആള് വാലൈക്കും സലാം എന്തൊക്കെ വർത്താനം ദ്വാരം കൊടുക്കുന്നുണ്ട്, ആമീനും പറയുന്നുണ്ട്. അയാളങ്ങനെ 1 2 ആണെങ്കിൽ അതും ഉപയോഗിക്കുന്നുണ്ട്. 1 പോകുന്നുണ്ട്, 2 പോകുന്നുണ്ട്. മൂത്രയിക്കണോണ്ട് വിസർജിക്കണുണ്ട്. അതിനപ്പുറത്താണ് ആമീനും പറഞ്ഞു വാലൈക്കും സലാം പറഞ്ഞത്. അതൊരു പ്രശ്നമില്ലാതെ മാറിയിരിക്കുകയാണ്. ഇപ്പൊ പേടി നിസ്കാരത്തിന്റെ കാലം അങ്ങനെ പറയുന്നതാണ്. നിസ്കാരത്തിന് ചില രൂപങ്ങളൊക്കെ കണ്ടു, പക്ഷെ നമുക്ക് പറയാൻ കഴിയണമൊക്കെ നമ്മൾ പറഞ്ഞു. ഒരിക്കൽ ഒരാളെ കൂടെ പുറത്ത് നിസ്കരിക്കുമ്പോ അയാൾ സുജൂദിന് പോകുമ്പോ ഇതിങ്ങനെ റിങ്ങായിട്ട് മുന്നിൽ വെക്കണ തന്നെ ശരിയല്ല. ഒരു കണക്ക് മുന്നിൽ വെച്ചാണ് നിസ്കരിക്കരുത്, ഒരു നിലക്കും നിസ്കരിക്കരുത്. കാരണം അതിലേക്കൊരു ചിന്ത പോയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളെ കൽബ് കുൽബാണ്. ഇനി എവിടെങ്കിലും ഒരു മിന്നലാട്ടോ ഒരു വെളിച്ചം കൊണ്ട് അതിലേക്ക് പോയാ പിന്നെ ഫാത്തിഹല്ല നേരെ. ഇനിയിപ്പോ ഓരോട് എന്താ പറയാ, ഫാത്തിഹന്റെ പകരം ഞാൻ അടുത്ത അതാണ് സൂറത്ത് വരുന്നത്. കുടുങ്ങില്ല, ഞാൻ ഒരാളെ വിളിക്കാണ് എന്നാ കൊടുക്കേണ്ട ദിവസം ഞാൻ എന്താ പറഞ്ഞു നിസ്കാരത്തിലാണ് പറയാം. അപ്പൊ സുജൂദിലേക്കാണ് പോകുന്ന ഈ ചങ്ങായി എന്താ ചെയ്തവരങ്ങൾ കൈകൊണ്ട് ഒറ്റ മാന്തല് ഒരൊറ്റ വര വരച്ചിട്ട് ഉറക്കനെ പറഞ്ഞു സുബ്ഹാന റബ്ബിയൽ അഅല വ ബിഹംദിഹി. എന്താ ഇതിന്റെ അർത്ഥം? എന്താപ്പ അതിന്റെ അർത്ഥം? ഞാൻ നിസ്കാരത്തിൽ സുജൂദിലാണ് അല്ലെ, നിസ്കാരത്തിൽ സുജൂദിലാണ്. ഇപ്പൊ ഈ പറഞ്ഞ സുബ്ഹാന റബ്ബിയൽ അഅല പഠിച്ചോനല്ല, പഠിച്ചോനാ
ഇല്ലല്ല, പഠിച്ചോനല്ല. ഇതാർക്കാ സുബ്ഹാന റബ്ബിയൽ അഅല? ആരാണോ അവിടുന്ന് വിളിച്ചത് മൂപ്പർക്കുള്ളതാണ് സുബ്ഹാന റബ്ബിയൽ അഅല. അല്ലെങ്കിൽ ഇതിനകത്ത് ഉറക്കം പറഞ്ഞ് സുബ്ഹാന റബ്ബിയൽ അഅല നമ്മളെ റസൂൽ ഉറക്കം പറയില്ല. ഇതിൽ കേൾക്കാനാണ് ആ ഉറക്കം പറഞ്ഞത്. അപ്പൊ ആ സുജൂദും അയാൾക്കാണ്, ആ തസ്ബീഹും അയാൾക്കാണ്, ആ നിസ്കാരം അയാൾ വിളിച്ച ആൾക്കാണ്. ഇനി എത്ര ആകാത്തറിയാം. സുജൂദിനും മറ്റൊന്ന് എടുത്തിട്ട് പിന്നെ ഓക്കെ ഞാൻ നിസ്കാരത്തിൽ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വിളിച്ച ഇതേപ്പോ കാണാത്തുള്ളൂ. ബാക്കിയൊക്കെ കണ്ടു. ചില ആൾക്കാർ കീഴ്ചയിലേക്ക് കൈകിട്ട് തിരികെയാണ് അങ്ങനെ ഓഫർ തന്നെ കാണും. ചില ആൾക്കാർ കാണാം അവിടുന്ന് കൂടുതൽ എടുത്താണ് അങ്ങനെ ത്വയങ്ങി എടുത്താണ് അങ്ങനെ എടുത്താണ് റെഡിയാക്കി കാണാം. അപ്പൊ എന്താന്ന് വെച്ചാൽ ഓരോ പറയാം എന്താ ഒരു ഉത്തരം പറയാറ്, എന്താ ഉത്തരം പറയാ? 3 അനക്കായില്ലല്ലോ അല്ലേ? ഇത് പണ്ട് പഠിച്ചിട്ട് വലിയ മസലാണ്, ഭയങ്കര മസലാണല്ലോ. 3 അനക്ക് എന്തിനാ? ഒരൊറ്റ നിയ്യത്ത് മാറിയാ പോരെ. കാരണവും നിസ്കാരം കൊണ്ട് പോകും. കിതാബിൽ ഉദാഹരണം പറഞ്ഞില്ലേ, ഒരാളെ മേൽക്കൊരു നജസ് വീണു, ഒരു ചത്ത ഉറുമ്പ് ഒരാളെ കയ്യിലേക്ക് ഇങ്ങനെ പോകും. അതിങ്ങനെ കുടഞ്ഞാ ഉറുമ്പാട് പോകും. അയാൾ ആ ഉറുമ്പിനെ ഇങ്ങനെ നോക്കിയിട്ട് നേർക്ക് നേരെ അക്ക നോക്കണ്ടോ, നേർക്ക് നേരെ 6ഉം 4ഉം ഒപ്പം കിട്ടണം കൊടുത്തിറക്കി. ഇപ്പൊ നിസ്കാരം പോയി. കാരണം അയാൾ ഇങ്ങനെ തട്ടിയാൽ മതി, ഒന്നിങ്ങനെ കുടഞ്ഞാൽ മതി. അവിടെ എന്തിനാ മൂപ്പര് ഒരു 6ന് രൂപം മാറിയപ്പോ അതിന്റെ രൂപവും അതിന്റെ നിയത്തും അതിന്റെ ഉദ്ദേശം ലക്ഷ്യമൊക്കെ മാറി. നിസ്കാരം കൊണ്ടുപോയി. അതിന് കുറച്ച് മതി നിസ്കാരം പോകാൻ, തോനൊന്നും വേണ്ട. നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം അധ്വാനിക്കണം. ചെയ്യുന്ന പണി കൃത്യമായി നല്ല ഇഖ്ലാസോടെ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അധ്വാനം കണ്ടിട്ട് തൃപ്തിയാകുന്ന മുഖങ്ങളിൽ പെടണം. ദുനിയാവിൽ അധ്വാനിച്ച അധ്വാനം ലാഭമായി പോയി അവിടെ വെച്ച് പറയണം. അതിവിടെ ജീവിച്ചത് പ്രായപൂർത്തിക്ക് ശേഷം കൊണ്ട് കൂട്ടിക്കോളും. ചിലർക്ക് 25 ചിലർക്ക് 35 15 ശേഷം കൂട്ടിക്കോളും. ചിലർക്ക് 50 ചിലർക്ക് 45 ചിലർക്ക് 65. ഇതൊക്കെ അല്ലാഹു തആല അവിടെ വെച്ച് തന്നതാ. ഇക്കാലത്തെ അധ്വാനം ലാഭമായിട്ടോ ജീവിതം മുതലായിട്ടോ നിസ്കരിച്ചവും നോമ്പോറ്റവും ദീനിന്റെ ഖിദ്മത്തെടുത്തും ഒക്കെ ലാഭമായിട്ടോ അത് അവിടെ വെച്ച് കാണും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെ നല്ല തൃപ്തിയോടുകൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ 2 ആയത്തൂടി ഓതട്ടോ ഇൻഷാ അല്ലാഹ്. 30 പേർക്ക് നാളെ നേരത്തെ തുടങ്ങാലോ ഉസ്താദ്. ഇൻഷാ അല്ലാഹ് 2 ആയത്തൂടി ഓതട്ടെ, അല്ലെങ്കിൽ എവിടെ എത്തൂല. ഫീ ജന്നത്തിൻ ആലിയ, അല്ലാഹു കൊടുക്കുന്ന നല്ല സന്തോഷം ഏതാണെന്നറിയോ? ഫീ ജന്നത്തിൻ ആലിയ, ഉയർന്ന തോട്ടങ്ങളാ കൊടുക്കുന്നത്, ഉദ്യാനങ്ങൾ. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ നോക്ക്, നല്ല ഉയർന്ന സ്ഥലങ്ങളിൽ പോയി ഒന്ന് നിൽക്കാൻ തന്നെ എന്തൊരു സന്തോഷമാണ്. ഉയർന്ന തോട്ടം, ഏറ്റവും ഉയർന്ന തോട്ടങ്ങളിൽ കയറിയിട്ട് തായോട്ട് നോക്കി ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? എപ്പോഴും അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പകല് സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ? എവിടെ 9ാം വളവ് കയറിയിരിക്കണം സ്ഥലം. അവിടെ കാണാം അല്ലേ? എപ്പോഴും കാണാം. ആൾക്കാർ താഴോട്ട് നോക്കിയിട്ട് ഫോട്ടോ എടുക്കണം. മോള് കയറിയിട്ട് ഞാനിപ്പോ ഇവിടെ ഈ താഴെ അടക്കം കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കണം. സ്വർഗത്തിലെ ഉയർന്ന ഓരോ സ്റ്റേജ് ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അറിയാം. ഓരോ ഗ്രേഡുകൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നു. അതിലില്ലാത്തൊരു സൗകര്യമില്ല. സംവിധാനങ്ങളൊന്നും നമ്മൾ ദുനിയാവിൽ അങ്ങനത്തെ ഉണ്ടാവില്ല. സ്വർഗക്കാരൻ അവന്റെ കൂട്ടുകാരന്റെ കൂടെ അല്ലെങ്കിൽ സ്നേഹിതന്മാരുടെ കൂടെ അവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത്, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നേരെ മുന്നിൽ ഒരു വൃക്ഷം, ആ വൃക്ഷത്തിന്റെ മേലെ ചില്ലയിൽ ഒരുപാട് നല്ല പഴങ്ങൾ. അപ്പൊ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ആഗ്രഹിക്കാണ് പഴങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ തിരക്കടില്ല. അപ്പോഴേക്ക് ആ ചില്ല ഇങ്ങനെ ചാഞ്ഞു വരും. പറയണ്ട മനസ്സിലൊന്നും ഇങ്ങനെ കരുതിയാൽ മതി. കരുതുമ്പോഴേക്ക് ആ മരച്ചില്ല, ആ പഴങ്ങൾ തൂങ്ങി നിൽക്കുന്ന ഇങ്ങനെ തായോട്ട് ഇഷ്ടം പോലെ പറിക്കുമ്പോ തീരുന്നില്ല. പറിച്ചത് തന്നെ പിന്നെയാണ്. അതല്ലേ രാവിലെ പറിച്ചാ പിന്നെ അതവിടെ കഴിഞ്ഞു എന്നാ പറയാനുള്ളത്. ഇത് പറിച്ചത് തന്നെ പിന്നെയും പറിക്കാൻ. പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് പോയി അടുത്ത കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിക്കുമ്പോ അങ്ങോട്ട് പോകണം. എന്താണ് സ്വർഗത്തിലെ സംവിധാനം? അങ്ങനെയുള്ള സുഖങ്ങളല്ല. അപ്പൊ വെള്ളം ഇങ്ങനെ ആഗ്രഹിക്കാൻ, കുടിക്കാൻ വെള്ളം കിട്ടിയാൽ തിരക്കടില്ല.
അപ്പോഴേക്കതാ നല്ല നല്ല ചെറുപ്പക്കാർ വണ്ടേറ്റ് വരുന്നത്. യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരീഖ വകഅസിൻ മിൻ മഈൻ. ഈ വലിയ ഹോട്ടലിലൊക്കെ പോയാൽ അങ്ങനല്ലേ, ഏത് വേണം, ഏത് വെള്ളം വേണം, ഇത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ ചോദ്യം. അതേപോലെ ചോദിക്കുന്ന നല്ല സുന്ദര കുട്ടപ്പന്മാരായ കുട്ടിത്തമ്പിടാത്ത നല്ല തിളങ്ങുന്ന മുഖങ്ങളുമായിട്ട് പാനപാത്രങ്ങളുമായിട്ട് കുട്ടികൾ ഇങ്ങനെ വരും. ഏതാ വേണ്ട, ഏതെടുത്താലും കുഴപ്പമില്ല, പിന്നെയും എടുക്കാണ്ടാവും, പിന്നെയും കുടിച്ചാൽ പിന്നെയും കുടിക്കാണ്ടാവും, പിന്നെയും കുടിച്ചാൽ പിന്നെയും കുടിക്കാണ്ടാവും. ഞാൻ കുടിച്ചത് കൊണ്ടൊരു ബുദ്ധിമുട്ട് മൂത്രയിക്കാൻ അതുണ്ട്, അതില്ല. നിറഞ്ഞത് കൊണ്ട് കാഷ്ടിക്കാനൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടോ? എന്തൊരു ലോകാണത്, സുബ്ഹാനല്ലാഹ്. അതല്ലേ ഞാൻ പറഞ്ഞു, ദുനിയാവിനെ നമുക്ക് സങ്കല്പിക്കാനും പഠിക്കാനേ പറ്റുള്ളൂ, ഇവിടെ നമുക്ക് കിട്ടൂല. ഇവിടെ ഇപ്പൊ കുടിച്ചാലൊരു പരിധിയില്ലേ. ഒരാളിങ്ങനെ നോമ്പ് വെക്കുന്ന സമയത്ത് ഒരാൾ എന്താ കരുതാ, ഇതൊക്കെ കുടിക്കണം, കുടിക്കോ? ഇന്ന് നമ്മളെ മറ്റേ ആളോട് നോമ്പർക്കലാണ്. പൊറാട്ട എങ്ങനെയുണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, ബിരിയാണി ഉണ്ടാവും, ഉറപ്പം ആട് ബിരിയാണി ഒക്കെ തിന്നണം, ഒക്കെ തിന്നോ? എവിടെ തിന്നേ? കുറച്ച് മതി. അത് തന്നെ ഒരു 3 ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ട് അപ്പൊ തന്നെ കുറെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഒരു പൊറാട്ടി, കുറച്ച് എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചു മറ്റേ തൊടാൻ കഴിഞ്ഞില്ല, നാളെ നോക്കാം, മറ്റേ തീരെ തൊടാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, നിറഞ്ഞത് കൊണ്ട് ഒന്ന് ഒഴിവാക്കണം എന്നുള്ള ആ ഒരു കുഴപ്പമില്ല. ഈ ജന്നത്തിൻ ആലിയ, ഉയർന്ന ഉയർന്ന തോട്ടങ്ങളിൽ, ലാ തസ്മഉ ഫീഹാ ലാഗിയ, അനാവശ്യമായ ഒരു വർത്തമാനവും കേൾക്കാത്ത ലോകം. കുത്തുവാക്കുകൾ കേൾക്കൂല, പൊയ്വാക്കുകൾ കേൾക്കൂല, അനർത്ഥമായ വർത്തമാനങ്ങൾ കേൾക്കൂല. ഗീബത്തില്ല, നമീമത്തില്ല, ഫിത്നല്ല, ഫസാദില്ല, ഒന്നുമില്ല. അല്ലെ, ദുനിയാവിൽ ഇപ്പൊ ഒരു ചായക്കടയിൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം കേൾക്കാം, അപ്പോൾ പറയാൻ കഴിയും. ഒരു ചായക്കടയിൽ നമ്മൾ പോയിരുന്നിട്ടുണ്ടെങ്കിൽ ചായ അങ്ങനെ കുടിച്ച് പകുതി ആയപ്പോ കാസർഗോഡുള്ള കേട്ടു, പിന്നെ തിരുവനന്തപുരത്തുള്ളത്, അല്ലേ, പിന്നെ നേരെ ചെറുകോടുള്ളത്, പിന്നെ വണ്ടൂർ. എല്ലാരും കേൾക്കുന്നത് ഒക്കെ വിത്തിരി പ്രസാദം അധികം. ഒന്നെങ്കിലും ഒരാളെ പച്ചർച്ചി ഇങ്ങോട്ട്, അല്ലെങ്കിൽ മറ്റേ ഉണങ്ങിയർച്ച മനസ്സിലായോ? മരിച്ചു പോയത് നേരം ഉണങ്ങിയതും പച്ച ഒക്കെ വലിച്ചിരുന്നല്ലേ. അങ്ങനത്തെ ഒറ്റ പൊയ്വാക്കും കേൾക്കാത്തൊരു ലോകം, സ്വർഗലോകം. ഇതൊരു സന്തോഷമാണ്. ഒരാളിൽ നിന്നും അനർത്ഥമായ സംസാരം കേൾക്കൂല. കേൾക്കുന്നത് മുഴുവനും സന്തോഷമുള്ള വർത്തമാനം. സലാം സലാം സലാം, സന്തോഷമുള്ള വർത്തമാനമാണ് കേൾക്കുന്നത്. സ്വർഗക്കാർ ഒരുമിച്ച് കൂടിയാലുള്ള സ്വഭാവം എങ്ങനെയാണ്? ഒന്നിങ്ങനെ കാർക്കിച്ച് തുപ്പുള്ളൊരു സ്വഭാവം കൂടി, ഒരു മൂക്കി വീഴുന്ന സ്വഭാവം കൂടി സ്വർഗത്തിലില്ല. അത്രയും നല്ല പവറുള്ള ശരീരങ്ങളാണ് സ്വർഗക്കാരുടെ ശരീരം. സ്വർഗക്കാരുടെ പ്രകൃതം അല്ലാഹു തആല നൽകിയത് ഫീഹാ ഐനുൻ ജാരിയ, ഒഴുകുന്ന തടാകങ്ങൾ, നദികളുണ്ട്, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഫീഹാ സുറൂറുൻ മർഫൂഅ, നല്ല ഉയർന്ന രീതിയിൽ ഉല്ലസിക്കാൻ പറ്റിയ നല്ല നല്ല ഹൈക്കട്ടിലുകളുണ്ട്. സാധാരണ കട്ടിലുകളല്ല, അൽവാഹുഹാ മിൻ ദഹബ്, അതിന്റെ പലക സ്വർണത്തിന്റെ പലകയുണ്ട്. ഇവിടെ ഇപ്പൊ തേക്കിന്റെ പലകന്റെ പൊരെ കൊണ്ടിട്ട് കട്ടിലുകൊണ്ടിട്ട് തേക്കാം, നിലമ്പൂർ തേക്കാം, വണ്ടൂർ തേക്കാം, കോഴിക്കോട് ഏത് തേക്കാം, അങ്ങനെ ചോദിക്കൂല. അത് ഒറിജിനൽ തേക്കാണെങ്കിൽ തന്നെ എത്ര ഫോട്ടോ പോയിന്. ഇത് അൽവാഹുഹാ മിൻ ദഹബ്, സ്വർണത്തിന്റെ പലക. അങ്ങനത്തെ കട്ടിലുണ്ടോ? അല്ലേ പറഞ്ഞത് സുറൂറുൻ മർഫൂഅ, നല്ല നിലവാരമുള്ള കട്ടിലുകൾ. ആ സ്വർണത്തിന്റെ പലകകളുടെ കട്ടിലിന്റെ വക്കുകളൊക്കെ മുകല്ലലത്തുൻ ബിസ്സബർജദി വദ്ദുർരി വൽ യാഖൂത്, മുത്തും മാണിക്യവും പവിഴവും കൊണ്ട് അതിന്റെ വക്കുകളിലൊക്കെ നല്ല പ്രകാശ രൂപത്തിലുള്ളത് കൊത്തിപ്പിടിപ്പിക്കപ്പെട്ട നല്ല ഭംഗിയുള്ള കട്ടിൽ. കണ്ടാൽ തന്നെ ഒന്നിരിക്കും. അങ്ങനെ ഇരുന്നാലും എത്ര നേരം ഇരുന്നാലും ക്ഷീണം ഉണ്ടാവില്ല. ഇവിടെ എത്ര ഹൈ പവർ ഫർണിച്ചർ കൊടുത്തിരുന്നാലും ബാക്ക് വിയർക്കൂലേ? അവിടെ വിയർക്കൂല. അത് അവിടുത്തെ മൊത്തം തമ്മിലുള്ള മാറ്റം. നിർമ്മിക്കപ്പെട്ട ഒരുപാട് നല്ല നല്ല കോപ്പകളുണ്ട്. കുടിക്കാൻ ആ സഹോദരങ്ങളെ എപ്പോഴും നിറഞ്ഞ രീതിയിലാണ് ഉണ്ടാകുന്നത്. നല്ല സ്മൂത്തായി നിൽക്കുന്ന തലയിണകളുണ്ട്. ചാരി
വിശ്രമിക്കാൻ പറ്റുന്ന തലയിണകൾ ഒന്നിലേക്ക് ചാരിയാൽ അടുത്തത് ഇങ്ങോട്ട് വരും ചാരാൻ വേണ്ടിയിട്ട്, അടുത്തത് ഇങ്ങോട്ട് വരും ഒന്നുകൂടി ചാരാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ അടുക്കടുക്കാക്കി വെച്ചിരിക്കുന്ന അണി ഒപ്പിച്ച് നിൽക്കുന്ന നല്ല നല്ല തലയിണകളുണ്ട്. ഒന്നിലേക്ക് ചാരിയാൽ അടുത്തയിലേക്ക് ചാരും, മറ്റൊന്നിലേക്ക് ചാരും, മറ്റൊന്നിലേക്ക് ചാരും. നല്ല സന്തോഷത്തോടെ ചാരിയിരിക്കാൻ പറ്റിയതാണ്. അതേ വിശാലമായ രൂപത്തിൽ പിരിച്ചു വെച്ചിരിക്കുന്ന മേത്തരം വിരിപ്പുകളുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ സംവിധാനിച്ചിരിക്കുന്നതാണ്. ദുനിയാവിലുള്ള നല്ല തൃപ്തികരമായ ജീവിതം ആഖിറത്തിലെത്തുമ്പോൾ സന്തോഷത്തോടെ കാണാനുള്ള സന്തോഷം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 16 ആയത്ത് ഒരു 10 ആയത്തും കൂടി ബാക്കിയുണ്ട്. പ്രധാനപ്പെട്ട നടുവിൽ നിന്നുള്ള ഭാഗം അത് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വൈകിയതാണ്, നിങ്ങൾ വൈകിയതല്ല. ഒരു ബ്ലോക്കിൽ പെട്ട അരമണിക്കൂറാണ്. പിന്നെ നമുക്ക് മാത്രമല്ലല്ലോ ബ്ലോക്ക്, 10-200 വണ്ടി ബ്ലോക്കാണ്. പോലും നമ്മളാരും സഹിക്കല്ലേ, അപ്പൊ നമ്മൾ സഹിക്കേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് നാളെ നേരത്തെ എത്തി ബാക്കിയുള്ള കൂടി പറയാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പറയണ്ട കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഉസ്താദ് ചില സാഹചര്യങ്ങൾ കൊണ്ട് വൈകിയതാണ്. നാളെ നേരത്തെ തുടങ്ങി നമുക്ക് നേരത്തെ അവസാനിപ്പിക്കണം. എല്ലാ മരണപ്പെട്ടവർക്ക് വേണ്ടിയും നമ്മുടെ സ്ഥാപനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ സാമ്പത്തികമായും ശാരീരികമായും ഈ സ്ഥാപനത്തെ സഹായിച്ച എല്ലാവർക്കും വേണ്ടി ഈ വെള്ളിയാഴ്ച രാവിലെ ഉസ്താദ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അതോടൊപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വർഷം നമ്മുടെ മദ്രസ മുന്നോട്ട് പോകുന്നത് ഈ 2 ദിവസത്തിലുള്ള ആയതുകൊണ്ടാണ്. എല്ലാവരും നാളെ സംഭാവനകൾ എഴുതിച്ച് സന്തോഷം അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു സ്ത്രീ നമുക്ക് ചെറിയൊരു സ്വർണ്ണാഭരണം നൽകിയിട്ടുണ്ട്. ധാരാളം ഉദ്ദേശങ്ങൾ ആ സ്ത്രീ വന്നിരായ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദിനെ അത് അറിയിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ആ സ്ത്രീയുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ എല്ലാവർക്കും വേണ്ടിയാണ് ആ സ്വർണ്ണാഭരണം നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അവർക്കും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഉസ്താദ് ദുആ ചെയ്യുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. വെള്ളിയാഴ്ച രാവാണ്. നല്ല ഒരു സ്വർണ്ണമോതിരം, സ്വർണ്ണാഭരണം. സ്വർണത്തിനിപ്പോ വില ഇങ്ങനെ കുതിക്കാന്നല്ലോ ഒന്ന് കേൾക്കണം. അപ്പൊ നല്ല സ്വതക്കയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല സംഭാവനകൾ കൊണ്ടുവന്ന് നമ്മുടെ മദ്രസയുടെ നടത്തിപ്പ് സുഗമമാക്കണം. ഈ സഹോദരിയുടെ ഈ സ്വർണ്ണമോതിര സംഭാവന അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സർവ സദുദ്ദേശങ്ങളും അല്ലാഹു തആല ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് മജ്ലിസിന്റെ ഹിദ്മത്ത് കൊണ്ട് അല്ലാഹു സാധിപ്പിക്കുമാറാകട്ടെ. മൺമറഞ്ഞവരെ ഹദ്റത്തിലേക്ക് കൺകുളിർമയാർന്ന സ്വതക്കയായി അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു 3 സ്വലാത്തിന്റെ നമ്മളൊന്ന് ചെറുമട്ടത്തിൽ വരയ്ക്കുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله വിശുദ്ധ റജബിന്റെ അവസാനത്തിൽ ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് വെള്ളിയാഴ്ച രാവിലാണ്. ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ
അല്ലാഹ് ഈ രാത്രിയിൽ ചെയ്ത നല്ല അമലുകളിൽ ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഗാശിയയുടെ ആദ്യ ഭാഗം ചെറിയ രൂപത്തിൽ ഞങ്ങളൊന്ന് പറഞ്ഞു പടച്ച റബ്ബേ, ആദ്യ ഭാഗത്ത് തന്നെ പറയപ്പെട്ടത് ഹതഭാഗ്യരായ നരകക്കാരെ പറ്റിയാണ്. ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ശിഷ്യന്മാര്, സഹപാഠികൾ, ഒരാളെയും അത്തരക്കാരിൽ പെടുത്തല്ലേ അല്ലാഹ്. ഹതഭാഗ്യരായ നരകക്കാരിൽ പെടുത്തല്ലേ അല്ലാഹ്. അതിന് പറ്റുന്ന ഒരു ദുസ്വഭാവങ്ങളിലും നീ അകപ്പെടുത്തല്ലേ അല്ലാഹ്. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞ സന്തോഷത്തോടെ തൃപ്തിയോടെ നിൽക്കുന്ന ശരീരങ്ങൾ, അതേ നല്ല പ്രകാശം സ്ഫുരിക്കുന്ന മുഖങ്ങളുമായി പരലോകത്ത് നിൽക്കുന്നവർ, ആ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും നീ പെടുത്തണേ അല്ലാഹ്. സ്വർഗീയരായ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉപ്പമാര്, ഉമ്മമാര്, കുടുംബക്കാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സഹപാഠികൾ, സ്നേഹിതന്മാർ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് മർഹമത്ത് വിശാലമാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ മഹത്തായ രാവിലെ മജ്ലിസിൽ സ്വർണ്ണ മോതിരം സംഭാവന ചെയ്ത സഹോദരിയുടെ മുറാദുകൾ നീ ഹസ്വിലാക്കണേ അല്ലാഹ്. എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ ഒന്നും നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ആ സഹോദരിയുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ആരെല്ലാം മൗത്തായി പോയിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ഹദറത്തിലേക്ക് ഈ സ്വതക്കയുടെ നല്ല സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ ദറജകൾ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കൂട്ടത്തിൽ, ഞങ്ങളെ കുടുംബത്തിൽ, ഞങ്ങളെ ബന്ധുക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ ദറജയേറ്റി കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവരിൽ ഞങ്ങളോട് ബന്ധപ്പെട്ടവരിൽ വ്യത്യസ്ത രോഗമുള്ളവരുണ്ട്, നീ ശിഫാഹ് നൽകണേ അല്ലാഹ്. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. വ്യക്തിപരമായും കുടുംബപരമായും പലജാതി വിഷമങ്ങളുള്ളവരുണ്ട്, വിഷമാവസ്ഥകളൊക്കെ മാറ്റിയിട്ട് റാഹത്ത് നൽകണേ അല്ലാഹ്. നല്ല സന്തോഷം നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അവസാന സമയം വരെ ഞങ്ങൾക്കെല്ലാവർക്കും ദുആ കൊണ്ട് ഞങ്ങളെ അറിയിച്ചവർക്കും ബന്ധപ്പെട്ടവർക്കും ആഫിയത്ത് ദായിമാക്കി തരണേ അല്ലാഹ്. മൗത്ത് ഹാദിറാകുന്നതിന്റെ മുമ്പ് നല്ല റാഹത്തുള്ള ആഫിയത്തുള്ള കാലം തന്നെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. മർളിയായ നിലക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദ്റത്തിലെത്താനും മതി വരുവോളം സിയാറത്തിനും തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ മജ്ലിസിൽ നൽകിയ എല്ലാ സ്വദഖകളും ഹദിയകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളൊക്കെ വെറും വേലയാക്കി മാറ്റല്ലേ അല്ലാഹ്. എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് നൽകണേ അല്ലാഹ്. മൗത്ത് വരും മുമ്പ് എല്ലാ ബാധ്യതകളിൽ നിന്നും ഒഴിവാക്കി തരണേ അല്ലാഹ്. ഒരാളോടും ഒരു ഹക്കും ബാക്കിയാക്കി ഞങ്ങളാരെയും നീ മൗത്താക്കല്ലേ അല്ലാഹ്. മരണം ഖൈറാകുന്ന സമയത്ത് നല്ലതുമായി ബന്ധപ്പെടുന്നതിനിടക്ക് ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൈറായ നിലക്ക് ചൊല്ലി ഞങ്ങളുടെ നേതാവ്, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര പൂമുഖം കണ്ടുപിരിയാൻ തൗഫീഖ് തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ടറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.